ഓം ശ്രീ മാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലളിതാ സഹസ്രനാമത്തിലൂടെ കടന്നു പോകുന്ന നമ്മൾ വളരെ വിശേഷപ്പെട്ട ദേവിയുടെ ഭക്ത അനുഗ്രഹ അധ്യായത്തിലാണ് ഇപ്പൊ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ എത്ര നാമങ്ങളുണ്ട് എല്ലാം കണ്ടു. 112ാമത്തെ നാമം മുതൽ നമ്മൾ ഭക്ത അനുഗ്രഹ ദായിനിയായിരിക്കുന്ന അമ്മയാണ് കാണാൻ പോകുന്നത്. അപ്പൊ അതെല്ലാം ഭ എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന നാമങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഭ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെളിച്ചമാണ്, പ്രകാശമാണ്, അറിവാണ്. അപ്പൊ ദേവി നമുക്ക് തരുന്നത് മുക്തി പ്രദായിനിയായിരിക്കുന്ന ദേവി നമുക്ക് ആ ഒരു ഭക്തർക്ക് കൊടുക്കുന്നത് എന്താണ്? ജ്ഞാനമാണ്, അല്ലെ? നമ്മൾ ഈ ഭൗതിക ലോകമെല്ലാം സത്യമാണെന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ സാധകനും ഈ ഭവസമുദ്രത്തിൽ നിന്ന് കരകയറ്റി ഭവനായിരിക്കുന്ന ശിവന്റെ പാദപത്മങ്ങളിൽ എത്തിച്ചേർക്കുന്ന ആ മഹാശക്തിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ നാമാർത്ഥങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ 112ാമത്തെ നാമം അവിടെ മുതലാണ് ഭക്ത അനുഗ്രഹ ആ ഒരു അധ്യായം തുടങ്ങുന്നത്. അപ്പോ ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്ത സൗഭാഗ്യദായിനി എല്ലാം നമ്മൾ കണ്ടു. ഭ എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഈ മന്ത്രങ്ങള് 112ാമത്തെ നാമം ഭവാനി എന്നുള്ള നാമമാണ്. അപ്പൊ ഭവൻ ആരാണ്? ഭവൻ എന്ന് പറഞ്ഞാൽ ശിവൻ. ഭവാനി ശിവ. അപ്പൊ മംഗളത്തെ പ്രദാനം ചെയ്യുന്നവൾ ശിവപത്നി എന്നും ഇതിനർത്ഥമുണ്ട്. അപ്പൊ ശിവം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഏറ്റവും മംഗളകരമായിരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ ഭവൻ എന്നാൽ മഹാദേവനാണ്. ഭവം സംസാരമാണ്. അപ്പൊ ഭവൻ എന്ന് പറഞ്ഞാൽ സംസാരി. ഭവൻ എന്ന് പറഞ്ഞ ഭവം സംസാരമാണെങ്കിൽ ഭവൻ എന്താണ്? സംസാരി, അല്ലെ? ഇപ്പൊ മന്മഥൻ, കാമേശ്വരൻ ഇവരെ ഉണ്ടാക്കുന്നവൾ. ഇപ്പൊ സംസാര സൃഷ്ടി ചെയ്യുന്നവൾ ഭവാനി. ഇപ്പൊ ശിവന്റെ അഷ്ടമൂർത്തികളില് ജലരൂപിയാണ് നമ്മള് ഭവൻ എന്ന് പറയുന്നത്. ഇപ്പൊ ജലം ജീവരൂപമാണ്. ആ ഒരു ജീവന രൂപമായിരിക്കുന്ന ജലത്തിന് ജീവൻ കൊടുക്കുന്നവൾ ഭവാനി. അപ്പോ പ്രളയരൂപിണി ഭവാനി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഭവത്തെ ആനയിക്കുന്നവൾ ഭവാനി, അല്ലെ? അപ്പൊ ഭവം എന്നത് ആ ഒരു ശുദ്ധമായിരിക്കുന്ന ഉണ്മ. ഭവാനി അതിന്റെ മാധ്യമമാണെന്നർത്ഥം. അപ്പൊ ഭവം സ്ഥിരമായത്, ചലിക്കാത്ത ഊർജമാണെങ്കിൽ ഭവാനി ചലിക്കുന്ന ഊർജമാണ്. ഭവം വിഷയമാണെങ്കിൽ ഭവാനി വസ്തുവാണ്. അപ്പൊ ജീവലോകത്ത് ശ്വാസമായിട്ടിരിക്കുന്നവൾ, ജീവനെ ആനയിക്കുന്നവൾ, ഇങ്ങനെ പല അർത്ഥങ്ങൾ ഭവാനിക്കുണ്ട്. വളരെ വളരെ എന്താ പറയാ, അനുഗ്രഹം കൊടുക്കുന്ന ഒരു നാമമാണ് ഭവാനി എന്നുള്ള നാമം. വിശ്വപ്രകൃതിയുടെ സഹജഭാവമാണ് ഭവാനി. അപ്പൊ അവയെ നിലനിർത്താനായിട്ടുള്ള അസ്തിത്വമാണ് ദേവി എന്ന് കാണിച്ചു തരണം. അപ്പൊ അസ്തിത്വത്തെ മറന്നുകൊണ്ടുള്ള നേട്ടങ്ങളൊന്നും ശാശ്വതമല്ല, അല്ലെ? വച്ചുകെട്ടലുകൾ അഥവാ നമ്മളെ അല്ലാതാകലൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ പ്രകൃത്യ ഉള്ളത് തന്നിലും പ്രകൃതിയിലും നിലനിർത്തുക എന്നതാണ് അഭികാമ്യമായിട്ടുള്ളത്. ഇനി ജീവന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ജലമായിട്ട് എടുക്കുകയാണെങ്കിലോ, ആ ജലമാണ് എല്ലാ ജീവന്റെയും അടിസ്ഥാനം, അല്ലെ? ഇപ്പൊ ജീവൻ ഉടലെടുക്കുന്ന ജലം ഭവാനിയാണെന്നർത്ഥം. ഇപ്പൊ പഞ്ചഭൂതങ്ങളില് ഭവത്തെ ആനയിക്കുന്നത് ജലത്തിലൂടെ ഭവാനിയാണ്. സൗന്ദര്യ ലഹരിയിലെ 22ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നത് ഭവാനി എന്ന നാമം വെച്ചിട്ടാണ്, അല്ലെ? വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമാണത്. ഭവാനി അമ്മേ, ഞാൻ അവിടുത്തെ ആ ഒരു ദാസനെന്ന് മുഴുവൻ പറയുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് അനുഗ്രഹം ചൊരിയുന്നു എന്ന് ശ്രീമദ് ശങ്കരാചാര്യ സ്വാമികൾ പറയണം. ഭവാനി ത്വം ദാസേ മൈ വിതരദൃഷ്ടിയും സകരുണ. അപ്പൊ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ കിരീട സ്പർശനമേറ്റുകൊണ്ട് ആരതി ഒഴിയുന്ന പാദങ്ങൾ കൊണ്ട് ദേവി അനുഗ്രഹിക്കുന്നു എന്നർത്ഥം. അപ്പൊ സംസാര സാഗരത്തെ ആനയിക്കുന്നവൾ ഭവനായിരിക്കുന്ന ശിവഭഗവാന്റെ പത്നിയായിരിക്കുന്ന ഭവാനി. ജീവലോകത്തിന്റെ പ്രകൃതം ലൗകികതയാണ്, അല്ലെ? അതിൽ ജീവിച്ചുകൊണ്ടാണ് മനുഷ്യൻ അതിന്റെ ആഴവും പരപ്പും അറിഞ്ഞ് ആധ്യാത്മികതയെ സ്വായത്തമാക്കുന്നതും. ഇത് തന്നെയാണ് മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യന്റെ വ്യത്യാസവും. ഇപ്പൊ ജീവലോകത്തിന്റെ ശ്വാസമായ ശക്തിയാണ് ഭവാനി. ഇനി 131 വരെ ദേവിയുടെ പല തരത്തിലുള്ള അനുഗ്രഹ വർഷമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത നാമം നോക്കാം. ഭാവനാഗമ്യ. ഭാവന പ്ലസ് അഗമ്യ, ഭാവനാഗമ്യ, അല്ലെ? അപ്പൊ ഭാവന കൊണ്ട്, അതായത് മനസ്സുകൊണ്ട് പ്രാപിക്കാനാകാത്തവൾ, ഭാവനയ്ക്ക് അപ്പുറമുള്ളവൾ. ഭാവന പ്ലസ് ഗമ്യ എന്ന് പറഞ്ഞാലോ, ഭാവന ചെയ്യുന്നതിലൂടെ, അതായത് ധ്യാനത്തിലൂടെ പ്രാപിക്കാൻ സാധിക്കുന്നവൾ എന്ന അർത്ഥവും നമുക്ക് എടുക്കാം. അപ്പോ
ഭാവനയാൽ പ്രാപിക്കുവാൻ പറ്റുന്നവളെന്ന് എടുക്കുകയാണെങ്കിൽ സ്ഥൂല, സൂക്ഷ്മ, സൂക്ഷ്മതര, സൂക്ഷ്മതമ, രൂപങ്ങളൊക്കെ ഭാവനയിൽ അറിഞ്ഞ് അനുഷ്ഠിക്കുന്ന വിധം ഭാവന ഉപനിഷത്ത് പറയുന്നത് എന്താണ്? യത് ഭാവം തത് ഭവതി. അപ്പൊ നമ്മൾ എന്തിനെയാണോ നിരന്തരമായിട്ട് ഭാവന ചെയ്യുന്നത്, ഭാവിക്കുന്നത്, അതായിട്ട് ഭവിക്കുന്നു എന്നർത്ഥം. ഇപ്പൊ ശബ്ദഭാവന, ഗുരുമന്ത്ര ഉപദേശം അർത്ഥഭാവന പ്രവൃത്തി രൂപമാണ് അല്ലെ? ഭാവന 3 രൂപമുണ്ട്. ഒന്ന് നിഷ്കള ഭാവന, അത് അത്യുന്നതമാണ്. 2 പരമേശ്വരന്റെ ചിത് ശക്തിയെ ധ്യാനിക്കുന്ന മധ്യമം. മൂന്നാമത്തത് ആ ഒരു സഗുണോപാസന. അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് ധ്യാനവും 3 വിധമുണ്ട്. സകലം, നിഷ്കലം, സകല നിഷ്കലം. അപ്പൊ ഈ സ്വന്തം ശരീരത്തിൽ തന്നെ ഈ 3 ചക്രങ്ങളെ നമുക്ക് അനുഭവിച്ചറിയാം എന്ന് അനുഭവസ്ഥര് പറയുന്നു. അപ്പോ ഭാവന ഗമ്യ എന്ന് പറഞ്ഞാൽ ഭാവനയിൽ ഗമ്യയായിട്ടിരിക്കുന്നവൾ. അതായത് ഭാവന അഗമ്യ എന്ന് നമ്മൾ കണ്ടു അല്ലെ? ധ്യാനം കൊണ്ട് മാത്രം ഗമിക്കപ്പെടാവുന്ന ഒരു അർത്ഥം എടുക്കാം. കാരണം പ്രകടനങ്ങൾക്കൊക്കെ അഗമ്യായിട്ടിരിക്കുന്നവൾ, കെട്ടുകഥകൾ, ധാരണകൾ ഇവയ്ക്കൊക്കെ അഗമ്യായവൾ എന്നൊക്കെ അർത്ഥമെടുക്കണം. ഓരോരുത്തർക്കും ഈശ്വരനെ കുറിച്ചുള്ള ഭാവനകള് വളരെ വ്യത്യസ്തമാണ്. ഇതിഹാസ പുരാണങ്ങളിൽ ഇതിന് അനവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. അർജുനന് സഖ്യഭാവമായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാനോട്. ഹനുമാന് സദാ ദാസ്യഭാവമായിരുന്നു ശ്രീരാമചന്ദ്ര സ്വാമിയോട്. കലിയുഗത്തില് കുറൂരമ്മയ്ക്ക് മാതൃഭാവമായിരുന്നു ശ്രീകൃഷ്ണനോട് അല്ലെ? മംഗലത്തിനാണെങ്കിൽ എന്തായിരുന്നു? യജമാന ഭാവമായിരുന്നു. അങ്ങനെ അവരവരുടെ യുക്തമായ ഭാവനയിൽ ഭഗവാനെ തേടാവുന്നത് ഇന്ന് നമ്മുടെ ഈ പറഞ്ഞ സനാതന ധർമ്മത്തില് വളരെയധികം പ്രചാരത്തിലുള്ളതാണ്. കാരണം എങ്ങനെയാണോ നമുക്ക് ഈശ്വരനോടുള്ള ഭാവം അവരവരുടെ സങ്കല്പം പോലെ ഇരിക്കും അല്ലെ? പക്ഷെ ഏതായാലും സംശയം വെച്ച് പുലർത്തരുതെന്ന് മാത്രം. അതൊരു സാധകന് വേണ്ട ഏറ്റവും വലിയ ഗുണമാണ്. എന്ത് ചെയ്യുന്നെങ്കിലും അത് പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്കത് ഫലവത്താകുകയുള്ളൂ അല്ലെ? ഒരു കിണറ് ആ കുഴിയിൽ തന്നെ കുഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജലം കിട്ടുള്ളൂ. അതുപോലെ ധ്യാനം എന്ന് പറഞ്ഞാൽ അതും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. അതിലൂടെ മാത്രം അറിയപ്പെടുന്നവൾ എന്ന് വേണമെങ്കിലും എടുക്കാം. ആ ഒരു ലളിതാ സഹസ്രനാമത്തിലെ 870 നാമം പറയുന്നു അന്തർമുഖ സമാരാധ്യ എന്ന്. അപ്പോൾ ബഹിർമുഖ സുദുർലഭ എന്നും പറയുന്നുണ്ട്. ബഹിർലോകത്തില് ദുർലഭയായിട്ടിരിക്കുന്നവൾ. അപ്പൊ കാണപ്പെടുന്ന നാമരൂപങ്ങളോ നിറച്ചാർത്തുകളോ അലങ്കാരങ്ങളോ ഒന്നും ദേവിക്ക് വിഷയമല്ല. സാധകന്റെ ശ്രദ്ധ മാത്രമാണ് ഇതിൽ പ്രധാനം എന്ന് പറയുന്നു. വിഗ്രഹങ്ങളും മറ്റു ഉപാധികളും എല്ലാം തന്നെ മാധ്യമങ്ങൾ മാത്രമാണ്. ലളിതാ സഹസ്രനാമത്തിലെ പല നാമങ്ങളും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അത് സൂചിപ്പിക്കുന്നുമുണ്ട്. ഭാവന ഉപനിഷത്ത് ആ ഒരു കുണ്ടലിനി സാക്ഷാത്കാരത്തിലൂടെ ദേവി ദർശനം പറയുന്നുണ്ട്. അപ്പൊ ദേവി ഭാഗവതത്തില് ദേവി തന്റെ തിരുവായ്മൊഴിയിലൂടെ ഇങ്ങനെ പറയുന്നു: ഇല്ല തീർത്ഥ കൈലാസ വൈകുണ്ഠങ്ങളിൽ ഒന്നുമേ എൻ ഭക്തൻ തൻ ഉൾക്കുരുന്നിൽ വസിപ്പൂ ഞാൻ. വളരെ മനോഹരമായിരിക്കുന്ന ഒരു വരിയാണ് അല്ലെ? തീർത്ഥം, അതായത് തീർത്ഥ സ്ഥലങ്ങളിലോ കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ ഒന്നുമല്ല ഞാൻ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ ഭക്തന്റെ ആ ഉൾക്കുരുന്നിൽ, ഉൾക്കുരുന്നെന്ന് പറഞ്ഞാൽ എന്താ? മണിദ്വീപം അല്ലെ? ആ ഒരു ചിന്താമണി ഗ്രഹം, ആ ഒരു അഷ്ടദള പത്മത്തിലിരിക്കുന്ന ജീവൻ ഇരിക്കുന്ന ആ ഒരു ഹൃദയ ഗുഹ, അവിടെയാണ് ഞാൻ ഇരിക്കുന്നതെന്ന് അമ്മ തന്നെ പറയുകയാണ്. ഇതിൽ കൂടുതലായിട്ട് ശക്തിയെ മനസ്സിലാക്കാൻ വേറെ ഒന്നിന്റെ ആവശ്യമില്ല അല്ലെ? എവിടെയും എന്നെ തേടി നടക്കേണ്ട. നിങ്ങളുടെ ഹൃദയമാകുന്ന താമരയിൽ, ജ്ഞാനികളുടെ ഹൃദയ താമരയിലാണ് ഞാൻ വസിക്കുന്നത് എന്ന് ദേവി പറയണു. ഇനി ദേവി ധ്യാനം 2 വിധമുണ്ട്. മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടുള്ള ആത്മധ്യാനം, മന്ത്രങ്ങളിലൂടെ അറിഞ്ഞുള്ള ധ്യാനം. ഒന്ന് മന്ത്രങ്ങളിലൂടെ ശ്രദ്ധ ക്രോഡീകരിക്കാനാണ്. സാധാരണക്കാര് മന്ത്രജപം ചെയ്യുന്നതെല്ലാം അതിനു വേണ്ടിയിട്ടാണ്. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ ചെയ്യുന്നത് മന്ത്രത്തിലൂടെ മനനം ചെയ്യല. അർത്ഥം അറിഞ്ഞുകൊണ്ട് ജപിച്ചാൽ തെറ്റ് പറ്റില്ല. എന്തിനാണ്, ഏതിനാണ് എന്നൊക്കെയുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിട്ട് നമുക്ക് ജപിക്കാൻ സാധിക്കും. ഇത് പെട്ടെന്ന് ഫലം തരും. അതുകൊണ്ടാണ് ഈ ലളിതാ സഹസ്രനാമത്തിന്റെ അർത്ഥവ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതും നമ്മളത് കേൾക്കാൻ താല്പര്യപ്പെടുന്നതും. കാരണം എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമുക്കതിലൊരു ധാരണ ഉണ്ടാവും അല്ലെ? അപ്പൊ എന്തും അന്ധമായിട്ട് അനുകരിക്കാതെ അറിഞ്ഞ് അർത്ഥവത്തായി പിന്തുടർന്നാലേ ശ്രേഷ്ഠത ഉണ്ടാവുള്ളൂ. ഇപ്പൊ ലൗകിക തലത്തില് അഗമ്യായിട്ടിരിക്കുന്നവളാണ് ദേവി. പ്രകടനങ്ങളിലും
പ്രകടനങ്ങളിലൂടെയും മനസ്സിലൊരു മുൻധാരണയോടുകൂടിയും ഒരിക്കലും അമ്മയെ സമീപിക്കാൻ പാടില്ല. ഈ രണ്ട് രീതിയിൽ പോയാലും ദേവി അഗമ്യയും അപ്രാപ്യയുമായിരിക്കും. ആത്മവിചാര ചിന്തനമാണ് ഏറ്റവും വലിയ ആരാധന. ലൗകികതയിൽ മാത്രം നിൽക്കുന്നവർക്കും അഗമ്യയാണെന്ന് സാരം. അപ്പൊ നമുക്ക് അടുത്ത നാമം നോക്കാം. മൂന്നാമത്തെ തുടങ്ങിയ മൂന്നാമത്തെ നാമം ഭവാരണ്യ കുഠാരിക. ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുഠാരിക. ഭവ പ്ലസ് ആരണ്യ പ്ലസ് കുഠാരിക. അപ്പൊ എന്താണ് ഭവം? ഭവ ജനനങ്ങളും മരണങ്ങളുമായിട്ട് നിൽക്കുന്ന നീണ്ടു പോകുന്ന ജന്മങ്ങള്. ഇതിനെയാണ് നമ്മൾ ഭവ എന്ന് പറയുന്നത്. ഭവിച്ചത്, ഉണ്ടായത്. അപ്പൊ ഭവരോഗം, ഭവജാലം, ഭവാബ്ദി, ഭവസമുദ്രം, സംസാരം എന്നെല്ലാം പറയുന്നത് ഇതിനെ തന്നെയാണ്. അപ്പൊ ആരണ്യം എന്ന് പറഞ്ഞാൽ എന്താ? വനം. കുഠാരം എന്ന് പറഞ്ഞാൽ മഴു. അപ്പൊ ജനന മരണമാകുന്ന വനത്തിന് മഴുവായിട്ടുള്ളവൾ, അതായത് അതിനെ നശിപ്പിച്ച് മോക്ഷം നൽകുന്നവൾ എന്നർത്ഥം. അപ്പോ സംസാരമാകുന്ന കാടിനെ വെട്ടിമാറ്റുന്ന മഴുവാണ് ദേവി ഭക്തി എന്ന് പറയണു. അപ്പോ ദേവിയിൽ ഭക്തി ചെയ്ത ദേവി എന്താ ചെയ്യുന്നത്? നമ്മുടെ സംസാരമാകുന്ന കാട്ടിനെ ഇല്ലാതാക്കി തരും. വീണ്ടും വീണ്ടും മുളച്ചു വരുന്ന വാസനകളെയാണ് നമ്മൾ സംസാരം എന്ന് പറയുന്നത്. അനേക ജന്മങ്ങൾ ഉണ്ടാക്കണു അത്. വിഷയ സുഖാസക്തിയാണ് ഇതിന് കാരണം. ഈ വാസനകളെ സമൂലം വെട്ടിമാറ്റണം. സംസാര കാനനം നശിക്കണം. ഇതിനുള്ള മഴുവാണ് ശ്രീവിദ്യ ഉപാസന. അപ്പൊ ദേവി ജ്ഞാനം കൊണ്ട് സംസാര ബന്ധമുക്തി തരും എന്നർത്ഥം. അപ്പൊ ഭവാരണ്യത്തില് കുഠാരികയായിരിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ എന്താ? ഭവാരണ്യത്തെ ഇല്ലാതാക്കുന്നവൾ. മഴു വെച്ച് എന്താ ചെയ്യുന്നത്? വെട്ടിമാറ്റുക ചെയ്യുന്നത്, അല്ലെ? അതൊരു ആയുധമാണ്. ഇവിടെ ആരണ്യം എന്നാല് മരുഭൂമി എന്നും കൊടുങ്കാടെന്നും അർത്ഥം പറയാം. അപ്പൊ ഭവത്തിനെ ഇവിടെ ആരണ്യമായിട്ടും അതിനെ വെട്ടിത്തെളിക്കുന്ന മഴുവായിട്ട് ശക്തിയെയും നമ്മൾ ഭാവന ചെയ്യണു. ജീവിതമാകുന്ന ആരണ്യം മരുഭൂമി പോലെ വരണ്ടതോ കൊടും കാടുപോലെ വൃക്ഷനിബിഡമോ ആയിരിക്കാം. ഈ ഭവസാഗരത്തിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും സുഖദുഃഖങ്ങളും പുണ്യപാപങ്ങളും എല്ലാം ഉണ്ട്, അല്ലെ? ഇപ്പൊ സുഖദുഃഖങ്ങൾ സമമായിട്ട് എടുക്കാൻ മനുഷ്യൻ പരിശീലിക്കണം. രണ്ടിലും വല്ലാതെ ഉലഞ്ഞ് തന്നെ മറന്നു പോകരുത് എന്നർത്ഥം. ജീവിതമാകുന്ന ഘോരവനത്തില് മഴു കയ്യില് ഏന്തി ദേവി മനുഷ്യന് ഈ ഭവാരണ്യത്തില് സഞ്ചരിക്കുമ്പോ മഴു കയ്യിലേന്തി നടക്കണം എന്നുള്ള ഉപദേശമാണ് തരണത്. എന്താ മഴു എന്ന് പറയുന്നത്? ദേവിയിലുള്ള ഭക്തി, അല്ലെ? അപ്പോ ഈ ഓർമ്മയോടുകൂടി നമ്മൾ സഞ്ചരിക്കണം. കാരണം എവിടെ സുഖദുഃഖങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും ദേവിയാകുന്ന ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സുഖത്തിൽ കൂടുതൽ സന്തോഷിക്കാതെയും ദുഃഖത്തിൽ കൂടുതൽ വീണു പോകാതെയും നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കും. ഇപ്പൊ കാട് പോലെ വളർന്ന് വലുതാകുന്ന ലൗകികത നമ്മൾ ദുഃഖമാകുന്ന വന്യമൃഗങ്ങളെ വളർത്തുകയാണ് ചെയ്യുന്നത്. കാട്ടിലൂടെ പോകണമെങ്കിൽ വഴി തടസ്സം മാറാൻ ഒരു ചെറിയ മഴുവോ വടിയോ കയ്യിലുണ്ടായിരിക്കണം, അല്ലെ? സാധാരണ കാട്ടിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ ചെടി മാറ്റി മാറ്റി വകഞ്ഞാണ് മുമ്പിലോട്ട് പോവുക. അതുപോലെ മനുഷ്യൻ ചെറുതായി വളരാൻ തുടങ്ങുന്ന കാമക്രോധാദികളാകുന്ന ചെടിയെ, ചെറിയ ചെറിയ ചെടികളെ ഈശ്വര പ്രയാണത്തിലേക്കുള്ള തടസ്സമായിട്ട് കണ്ട് ചെറുതായിരിക്കുമ്പോൾ തന്നെ വെട്ടി മാറ്റണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് വളർന്ന് ഒരു വലിയ വനമായിട്ട് തീരും. ഷഡ്വൈരികളെ തുടക്കത്തിൽ തന്നെ അറിഞ്ഞ് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ മഹാവൃക്ഷമായിട്ട് വളർന്ന് നമുക്ക് തന്നെ അത് ഭീഷണിയായിട്ട് മാറും. പിന്നെ വെട്ടിമാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാ, അല്ലേ? ശ്രീവിദ്യ ഉപാസനയില് ഷഡാധാര ചക്രങ്ങളിൽ എല്ലാം തന്നെ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ 6 ചക്രങ്ങളിൽ 6 വൈരികളാണ് ഇരിക്കുന്നത്. കാമവും ക്രോധവും, അല്ലെ? ബേസിക് ആയിട്ടുള്ള 2 ചക്രങ്ങളെ കാമക്രോധാദികളാണ് ആണ്ടിരിക്കുന്നത്. മൂലാധാര സ്വാധിഷ്ഠാനം. അതിനെ വെട്ടിമാറ്റിയാൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ വലുതായി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മഴ പോരാതെ വരും, അല്ലെ? മാത്രമല്ല മരങ്ങൾ നിൽക്കുന്ന ഭൂമി വരെ അത് ആപത്തുണ്ടാക്കും, അല്ലെ? അപ്പോ ജീവിതമാകുന്ന മുറ്റത്തിലെ കളകളെ എല്ലാം തന്നെ ആരംഭ ദശയിൽ തന്നെ നശിപ്പിച്ചാല് അത് ഏറെ വൃത്തിയുള്ളതും മനോഹരമായിട്ട് തീരും എന്നർത്ഥം. മാത്രമല്ല മറ്റുള്ളവർ കൂടി ആസ്വാദ്യമായി തീരുകയും ചെയ്യും. അതിനുള്ള മഴുവാണ് നമ്മുടെ ദേവി ധ്യാനം എന്ന് പറയുന്നത്. ചെറുധ്യാനമല്ല, നമ്മിലേക്ക് തന്നെ നമ്മൾ സദാ മനനം ചെയ്തുകൊണ്ടിരുന്നാല് അത് തന്നെയാണ് മഴു. അല്ലാതെ എവിടെയോ ഇരിക്കുന്ന ഒരു ശക്തിയെ അല്ല നമ്മൾ ധ്യാനിക്കുന്നത്. അതുകൊണ്ട് ഒന്നും സാധ്യവുമല്ല. ഈ ഭവാരണ്യത്തിലെ ഓരോ കാര്യങ്ങൾക്കും
ഓരോ അവതാരം എടുത്ത് നമ്മെ രക്ഷിക്കാൻ വരുന്ന ദേവിയാണെന്ന് നമ്മൾ സദാ ഓർത്തോണം. ദശമഹാവിദ്യകൾ ദേവിയുടെ വിവിധ സ്വരൂപങ്ങൾ തന്നെയാണ്. ആ ദശമഹാവിദ്യകൾ ഭക്തന് വേണ്ടിയാണ് 10 അവതാരങ്ങൾ എടുത്തിരിക്കുന്നത്. ആ ഒരു സ്പന്ദിക്കാത്ത ചൈതന്യമായ പരമശിവന് ശക്തി എന്ന ചൈതന്യത്തിലൂടെയാണ് തന്റെ പല ഭാവങ്ങളിലൂടെ തന്റെ സൃഷ്ടികളെ രക്ഷിക്കുന്നത്. അപ്പോ ആ ഒരു ഭവാരണ്യ കുഠാരിക എന്ന് പറയുന്ന നാമം തന്നെ ദേവിയുടെ എന്താ പറയാ ഭക്തരെ സംരക്ഷിക്കാനുള്ള ദേവിയുടെ ആ ഒരു അനുഗ്രഹമാണ് അവിടെ കാണിക്കുന്നത്. 115-ാമത്തെ നാമം ഭദ്രപ്രിയ. ഭദ്രം അല്ലെങ്കിൽ അർത്ഥം എന്താണ്? ഭദ്രം എന്ന് പറഞ്ഞാൽ ശുഭം, പ്രിയ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നവൾ. അപ്പൊ പ്രസന്നത ഇഷ്ടപ്പെടുന്നവൾ എന്നർത്ഥം. അപ്പൊ തന്റെ ഭക്തർക്ക് മംഗളം കൊടുക്കുന്നതില് ആ പ്രിയമുള്ളവൾ. അപ്പോ ആ ഒരു ഭദ്രം എന്ന ഇത് ഉള്ളതിന് ഉത്തമമായ ആന എന്ന അർത്ഥമുണ്ട്. ഇപ്പൊ മംഗളാദേവി, മൂകാംബിക എന്നീ പേരില് മംഗള സ്വരൂപിണിയായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ ബ്രഹ്മം മാത്രമാണ് മംഗളമായിട്ടുള്ളത് അല്ലെ? അതിൽ യാതൊരുവിധ അഴുക്കുകളും ഇല്ലാതെ ശുദ്ധമായിരിക്കുന്ന ചൈതന്യമാണ് മംഗളം എന്ന് പറയുന്നത്. അപ്പൊ ദേവി പരബ്രഹ്മ സ്വരൂപിണി ആയതുകൊണ്ട് മംഗള, ഭദ്ര എന്നൊക്കെ നമ്മൾ ദേവിയെ വിളിക്കണം. അപ്പൊ സർവമംഗളങ്ങൾക്കും ഉപരിയായിട്ടിരിക്കുന്നവൾ. മംഗളാനാം മംഗളം ച സർവമംഗള മംഗളാകൃതി സർവമംഗളമാംഗല്യ. ഇങ്ങനെയാണ് ദേവിയെ കുറിച്ച് പറയുന്നത്. അഗ്നിപുരാണം പറയണു ആ ഒരു എന്താ പറയാ സൗഭാഗ്യത്തില് അഷ്ടവസ്തുക്കളുണ്ട്. എന്തൊക്കെയാണത്? ആ ഒരു മുളയിട്ട ജീരകം, കൊത്തമല്ലി, പാല്, വെണ്ണ, മഞ്ഞള്, കരിമ്പ്, ആൽമരം അല്ലെ? ആ ഒരു മറ്റു ഒരു പൂക്കള്, ഉപ്പ്, ഇതെല്ലാം മംഗളമായിട്ടുള്ളതാണെന്ന് പറയാറുണ്ട്. അപ്പൊ നല്ല നിറമുള്ള മണമുള്ള പൂക്കൾ ഇതെല്ലാം തന്നെ മംഗളം. ഇവിടെ നമുക്ക് ദേവിയെ പൂജിക്കാനായി ഇതെല്ലാം ഉപയോഗിക്കാമെന്ന് അർത്ഥം. അപ്പോ എല്ലാ തരത്തിലുള്ള മംഗളങ്ങളെയും തന്റെ ഭക്തർക്ക് കൊടുക്കുന്നവൾ. അപ്പോ ഭദ്രപ്രിയ എന്നുള്ള നാമത്തിന് തന്നെ നമ്മൾ ഇത്രയും അർത്ഥങ്ങൾ കണ്ടു ഇല്ലേ? ഭദ്രത്തിൽ പ്രിയമായിട്ടുള്ളവളാണ് ദേവി ഭദ്രപ്രിയ. ഭദ്രം അരുളുന്നതിൽ പ്രിയമുള്ളവൾ, ഭദ്ര ലക്ഷണമുള്ള ആനകൾക്ക് പ്രിയമായിട്ടുള്ളവള് ഭദ്രപ്രിയ. അപ്പൊ ആനകളിൽ ഉത്തമമായവയ്ക്ക് ഭദ്ര ലക്ഷണങ്ങളുണ്ട് അല്ലെ? ദിഗ്ഗജങ്ങളിൽപ്പെട്ട ഒരു ആനയുടെ നാമം ഭദ്രൻ എന്നാണ്. ഈ ഭദ്രൻ അതിവിശിഷ്ടമായ ദേവി ഭക്തനുമാണെന്ന് പറയണു. സന്തോഷ, ഭയം ഒക്കെ പ്രിയമാക്കിയവൾ ഭദ്രപ്രിയ. സംസാര സാഗര തിരകളിൽ ഉലയാതെ സഞ്ചരിക്കാൻ സഹായിക്കുന്ന ശക്തിയാണ് ദേവി എന്നർത്ഥം. അപ്പൊ ഭവാരണ്യത്തിലെ ദുഃഖ തടസ്സങ്ങളെ ആധ്യാത്മികതയാകുന്ന മഴുവ് കൊണ്ട് വെട്ടിമാറ്റണം. ഭദ്രം എന്നത് ക്ഷണികമായ വികാരങ്ങളോ സങ്കല്പങ്ങളോ ഒന്നുമല്ല, മറിച്ച് സ്ഥായിയായിരിക്കുന്ന ഒരു ഭാവമാണ്. ഒരു വ്യക്തിയുടെ ചൈതന്യത്തെ ഭദ്രപ്പെടുത്താനുള്ള യാത്രയാണ് എന്നർത്ഥം. മംഗളമൂർത്തിയായിരിക്കുന്ന ദേവിക്ക് ഭക്തരുടെ ഭക്തിയിലും ശ്രദ്ധയിലുമാണ് ഏറ്റവും അധികം പ്രിയമുള്ളത്. അവരുടെ മംഗളത്തിൽ ആനന്ദിക്കുകയും അവർക്ക് മംഗളം സദാ വർഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഭഗവതി. അപ്പൊ ഭണ്ഡാസുരനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. ഭണ്ഡാസുരനുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയം തന്റെ നാശമെടുത്തു എന്ന് തോന്നിയ സമയത്ത് ദേവിയോട് ഗണപതിയെ നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ കാമന്റെ ഭസ്മത്തിൽ നിന്ന് എന്നെ ജനിപ്പിച്ചത് ഗണപതിയാണ്, അദ്ദേഹത്തിന് തന്നെ എന്നെ ഉന്മൂലനം ചെയ്യാനുള്ള വഴി അറിയണ്ടേ എന്ന്. പിന്നെ എന്തിനാണ് സ്ത്രീയായ ദേവിയെ കൊണ്ട് യുദ്ധം ചെയ്യുന്നതെന്നൊക്കെ വെല്ലുവിളിച്ച് ഭണ്ഡാസുരൻ സംസാരിക്കണം. അപ്പൊ ദേവിയുടെ മറുപടി, ഈശ്വരീയ ശക്തിയെ തിരിച്ചറിയാനാണ് ഒരു വ്യക്തിയോട് യുദ്ധം ചെയ്യാനുള്ള മുറകള് ഗണപതിയായിരിക്കും ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്നായിരുന്നു. അപ്പൊ ഗണപതിയുടെ ഇച്ഛ പോലെ മാത്രമേ ദേവി യുദ്ധം ചെയ്യുകയുള്ളൂ എന്നും പറഞ്ഞു. അപ്പൊ ഭണ്ഡാസുരൻ മധുകൈടഭൻ മുതല് ശുംഭ നിശുഭൻ വരെയുള്ള അസുരന്മാരെയും ഹയഗ്രീവൻ മുതൽ ശിശുപാലൻ വരെയുള്ള അസുരന്മാരെയും പുനർസൃഷ്ടിച്ച ദേവിയോട് ഏറ്റുമുട്ടാൻ പുറപ്പെടുകയാണ്. ഇതെല്ലാം കണ്ട് തന്റെ ജ്ഞാനശക്തിയാൽ അസുരതത്വം മനസ്സിലാക്കിയ വിനായകൻ ആ അസുരന്മാരെ നിഗ്രഹിച്ച് ദേവി ചൈതന്യങ്ങളെ തന്നെ ആവാഹിച്ചു. തുടർന്ന് ഭണ്ഡൻ പരാജയപ്പെടുവാൻ തുടങ്ങി. അവസാനം ദേവി കാമേശ്വരാസ്ത്രം വിട്ട് ഭണ്ഡനെ വധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വിനായകൻ ദേവന്മാരിൽ പ്രഥമ പൂജനീയനായിട്ട് തീർന്നു. അങ്ങനെ തന്റെ സൃഷ്ടപ്രപഞ്ചത്തിൽ സദാ ഭദ്രത്തെ കാംക്ഷിക്കുന്ന ദേവി തന്നെയാണ് ഭദ്രപ്രിയ എന്ന നാമത്തിന് ഏറ്റവും അർഹയായിട്ടുള്ളവൾ. ഇപ്പൊ ലൗകിക ജീവിതത്തിൽ താൻ ആഗ്രഹിക്കുന്നതല്ല, ദേവി അനുഗ്രഹിച്ചു തരുന്നതെല്ലാം തന്നെ ഭദ്രമാണ് അല്ലെ? നമ്മൾ ചോദിച്ചു വാങ്ങിക്കേണ്ട കാര്യമില്ല. ദേവി അറിഞ്ഞ് ഒരു ഭക്തന് വേണ്ടത് കൊടുക്കും.
ഇപ്പൊ ജീവിതയാത്രയിൽ കൊതിച്ചതല്ല വിധിച്ചതാണ് നല്ലതെന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അപ്പൊ ഈ നാമം വളരെ അന്വർത്ഥമായിരിക്കുന്ന ഒരു നാമമാണ് ദേവിയുടെ ഭദ്രപ്രിയ. അടുത്തത് ഭദ്രമൂർത്തി. 116 നാമം ഭദ്രമൂർത്തി. ഭദ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു അല്ലെ, ശുഭം മംഗളം. മൂർത്തി എന്ന് പറഞ്ഞാൽ ആകൃതി. ഇപ്പൊ രൂപത്തിൽ നിന്ന് മംഗള പ്രാണശക്തിയെ പ്രസരിപ്പിക്കുന്നവൾ. അപ്പൊ ദേവിയുടെ രൂപത്തിൽ നിന്ന് രൂപത്തിനനുസരിച്ചുള്ള പ്രാണോർജം പ്രസരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ മംഗള പ്രാണശക്തി പ്രസരിപ്പിക്കുന്നവൾ എന്ന അർത്ഥമാണ് ഭദ്രമൂർത്തി എന്നുള്ള നാമം. അഗ്നിപുരാണത്തില് ഭഗ എന്ന പദം ശ്രീ അല്ലെങ്കിൽ കാമ, മാഹാത്മ്യം, വീര, യജ്ഞ, പ്രകാശ, കീർത്തിയാദിയുള്ള അർത്ഥങ്ങളെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. ഇവയ്ക്കെല്ലാം ഇരിപ്പിടമായിട്ടുള്ള സുഭഗ എന്ന ഭഗവതി. അപ്പൊ സൗഭാഗ്യം ദേവിയുടെ പ്രകൃതിയാണ്, സ്വഭാവമാണെന്ന് പറയുന്നു. നമ്മളെ ലളിതാ സഹസ്രനാമം പോലെ തന്നെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ദേവി ഭാഗവതത്തില് ലളിതേ സുഭഗേ ദേവി എന്ന് പറഞ്ഞ ഒരു നാമമുണ്ട്. എല്ലാവരും അത് ജപിക്കുന്നത് വളരെ വളരെ ഗോപ്യമായിട്ട്, ആന്തരികമായിട്ടുള്ള സംതൃപ്തി, ഐശ്വര്യമെല്ലാം കിട്ടാനായിട്ട് സ്ത്രീകൾ ജപിക്കുന്ന മന്ത്രമാണ്. വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു മന്ത്രമാണ്. അതെല്ലാവരും ജപിക്കാറുണ്ട്. കാരണം എന്താ? ദേവിക്ക് ഭഗ എന്ന പദം ശ്രീ എന്നുള്ള അർത്ഥത്തെ കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഭദ്രമൂർത്തി എന്ന് പറഞ്ഞാൽ ഭദ്രമായിട്ടുള്ള മൂർത്തിയായിട്ടിരിക്കുന്നവൾ ഭദ്രമൂർത്തി. അപ്പൊ ഭദ്രം പ്രദാനം ചെയ്യുന്ന ആകൃതി, അതിനെയാണ് നമ്മൾ ഭദ്രമൂർത്തി എന്ന് പറയുന്നത്. അപ്പോ ഭദ്രം പ്രിയമായ ആകാരത്തോടു കൂടിയുള്ള മൂർത്തി. ഭദ്രപ്രിയം എന്ന് പറഞ്ഞാൽ ഒരു ആന്തരിക ഭാവമാണ്. ഭദ്രം എന്നാല് സ്വർണമെന്നും നമുക്ക് അർത്ഥം എടുക്കാം. അപ്പൊ സർവാലങ്കാര ഭൂഷിതയായിരിക്കുന്ന മാതൃഭാവത്തോടു കൂടിയ വരദായിനിയായിട്ടിരിക്കുന്ന ദേവിയെ കാണുമ്പോൾ തന്നെ ഭക്തി എല്ലാവരുടെ മനസ്സിലും ഉറവ പൊട്ടുകയാണ് അല്ലെ. ഇപ്പൊ സംഹാര രുദ്രയായ കാളീഭാവമാണെങ്കിലോ അവിടെയും നമുക്ക് അമ്മ എന്നുള്ള ചിന്തയാണ് ഭക്തി ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ ഭദ്രത്തെ ഉപാസിക്കുന്ന ഏത് വ്യക്തിക്കും അത് കാലക്രമേണ സ്വായത്തമാകും. അതിന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ നമ്മൾ അത് ആയിത്തീരുകയുള്ളൂ. അപ്പൊ മംഗളസ്വരൂപയാണ് ദേവി. സാക്ഷാൽ പരമശിവൻ ശ്രീ പരമേശ്വരന് ആ ഒരു ഭദ്രൻ എന്നുള്ള ഒരു നാമവും ഉണ്ട്. അപ്പൊ ആ ഭദ്രന്റെ ശക്തിയായിട്ടിരിക്കുന്നവൾ ഭദ്ര. അപ്പോ ഭദ്രൻ എന്ന ശിവചൈതന്യം നമ്മുടെ ഉള്ളിലാണ്. ഈ ശിവം കുടികൊള്ളുന്ന ഏത് ശരീരവും ഭദ്രമൂർത്തിയാണ്. ഇപ്പൊ ജഗത് മംഗളത്തിനാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ എത്തുന്നത്. ബ്രഹ്മത്തിന്റെ പൂർണ്ണ മൂർത്തിമത് ഭാവം മനുഷ്യനിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. പക്ഷെ ബാഹ്യമായിട്ടുള്ള രൂപവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ജഗത്ത് മംഗളം സദാ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ഭദ്രകാളി ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? അത് അത്യുഗ്രമാണ് അല്ലേ. മാത്രമല്ല അത് അത്യുത്തമവുമാണ്. ഇതുമൂലം ശ്രീ ഭദ്രകാളിക്കും ഭദ്രമൂർത്തി എന്നുള്ള പേരുണ്ട്. ശ്രീ ഭദ്രകാളി മഹാത്മ്യത്തില് ദാരുകവധത്തിനായിട്ട് എത്തുന്ന ഭദ്രകാളി ദേവിയുടെ മുന്നില് എല്ലാം നഷ്ടപ്പെട്ട ദാരുകൻ അമ്മേ അമ്മേ എന്ന് വിളിച്ച് കേഴുകയാണ്. അത് കണ്ട് ദേവകൾ ഭയന്നു. കാരണം ഭദ്രകാളി ദേവിയുടെ പൂർണ്ണ അവതാരമാണ്. ദാരുകനോട് ദേവി അനുകമ്പ കാണിക്കുമോ എന്നായിരുന്നു അവരുടെ ഭയം. ദേവകൾ ഉടനെ തന്നെ ദാരുകന്റെ ദുഷ്കൃത്യങ്ങളെ കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞ് അവന്റെ ആ ഒരു മായയിൽ വീണുപോകല്ലേ അമ്മേ എന്ന് ഭദ്രകാളിയോട് പ്രാർത്ഥിച്ചു എന്ന് പറയണു. അപ്പൊ ചിത് ശക്തിയായിരിക്കുന്ന ഭഗവതിയെ ആ ഭദ്രമൂർത്തിയായിട്ട് കാണുമ്പോൾ സാധകന്റെ സകല കാമനകളും പൂർത്തിയാകുന്നു. അവന് പ്രത്യേകിച്ചൊന്നും വേണ്ടാതായിട്ട് തീരുന്നു. അപ്പോൾ തന്നെ ആ ഒരു പ്രപഞ്ചാകാര രൂപമായിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ദേവി പരമശിവ പത്നിയായിട്ട് മനസ്സ്, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എല്ലാമായിട്ട് പരിണമിക്കുകയാണ് അല്ലെ. കാശ്മീർ ശൈവിസത്തിൽ 36 തത്വങ്ങളും അമ്മ തന്നെയാണ്. യഥാർത്ഥം എന്താണെന്ന് വെച്ചാൽ അമ്മയില്ലാതെ ഇവിടെ യാതൊന്നും ഇല്ല. ഇതൊരു വലിയ സത്യമാണ്. കാരണം ഇവിടെ ശിവനും ആ ശിവനെ ശക്തിയിലൂടെ പ്രപഞ്ചമാക്കി മാറ്റുന്ന ദേവിയും മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചിദാനന്ദമൂർത്തിയായിരിക്കുന്ന ദേവിയെ, പ്രകൃതിയെ തന്നിൽ ദർശിക്കുന്ന സാധകനും ഭദ്രമൂർത്തിയാണ്. അതുകൊണ്ടാണ് നമ്മളെ എല്ലാ പൂജയുടെ അവസാനത്തിലും സ്വാത്മാഭിന്ന ലളിതാംബികായേ നമഃ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആത്മാവും ദേവിയും ഒന്ന് തന്നെയാണ് അല്ലെ. അവൻ തന്നിലെ ആ മംഗളത്തെ തിരിച്ചറിയുന്ന നിമിഷം ആ ഒരു ജഗത് മംഗളകാരകനായിട്ട് തീരുകയാണ്. അപ്പൊ വളരെ മനോഹരമായിട്ടുള്ള ഒരു നാമമാണ് ഭദ്രമൂർത്തി എന്നുള്ളത്. അടുത്ത നാമം ഭക്ത സൗഭാഗ്യദായിനി. ആ ഒരു ഒറ്റ നാമത്തിൽ തന്നെ ഉണ്ടല്ലേ, ഭക്തന് സൗഭാഗ്യങ്ങൾ നൽകുന്നവൻ. ഭക്തൻ ആരാണ്? ദേവീ ഭക്തിയുള്ളവൻ അല്ലെ. ദേവിയെ അമ്മയായിട്ട് കണ്ട് ശരണാഗതി ചെയ്യുന്നവൾ.
ചെയ്യുന്നവൻ. അപ്പൊ ആ ഭക്തന് എല്ലാ സൗഭാഗ്യങ്ങളെയും കൊടുക്കുന്ന ഒരു അമ്മയാണ് ദേവി എന്ന് പറയുന്നു ഇവിടെ. അപ്പൊ ഇവിടെ ശുദ്ധി, ഭാഗ്യം ഇവ രണ്ടും ചേർന്ന സൗഭാഗ്യത്തെയാണ് പറയുന്നത്. ദേവി ഉപാസകർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ്. ഭഗ എന്നത് ആ ഒരു പൂർണ്ണ ഐശ്വര്യം, പ്രഭുത്വം, ധർമ്മം, പുകഴ്, ധനം, വൈരാഗ്യം, മോക്ഷം എന്നിവ ഭക്തർക്ക് കൊടുക്കുന്നവളാണ് ദേവി. അപ്പൊ ഭക്തർക്ക് സുസ്ഥിരമായിരിക്കുന്ന ഭാഗ്യം ദാനം ചെയ്യുന്നവളാരോ അവൾ ഭക്ത സൗഭാഗ്യദായിനി. അപ്പൊ ഭക്തൻ അവന്റെ സുസ്ഥിരമായ സൗഭാഗ്യം അവന്റെ കർമ്മങ്ങളിൽ നിന്ന്, ഈ പ്രകൃതിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ പാകം ചെയ്യപ്പെട്ട സ്ഥിരമായ സൗഭാഗ്യങ്ങൾ നൽകുന്നവളാണ് പരാശക്തി, അല്ലെ? അപ്പോ സാധകർക്ക് അവിശ്വസനീയമായത് അല്ല, മറിച്ച് ഉറച്ച് വിശ്വസിക്കാവുന്ന ഫലങ്ങൾ കൊടുക്കുന്ന ആ ശക്തി ആരാണ്? ഈ പരാശക്തിയായിരിക്കുന്ന ജഗദംബിക തന്നെയാണ്. ഇതിനാണ് നമ്മള് ശക്തി ഉപാസനയ്ക്ക് ഇത്രയും പൂർണ്ണത കൊടുക്കാൻ കാരണം. കാരണം നമ്മള് അമ്മയ്ക്ക് ഒരിക്കലും മക്കൾക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, അല്ലെ? അമ്മയെ ജഗദംബികയായിട്ട്, ജഗത്തിന്റെ ഈ കാണപ്പെടുന്ന നാമരൂപങ്ങൾക്കെല്ലാം അമ്മയായിട്ട് കാണുന്ന ആ ഒരു എന്താ പറയുക, എല്ലാ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളെയും പോലെ തന്നെ മനുഷ്യന് പ്രത്യേകമായിട്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, മനസ്സ്, ബുദ്ധി. അപ്പൊ അവന് മാത്രമാണ് അത് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഈ ശക്തിയെ ഉപാസിക്കുന്നവർക്ക് ദേവി കൊടുക്കാത്തതായിട്ട് യാതൊന്നുമില്ല. കണ്ണടച്ചു തുറക്കുന്ന മായാജാലം ഒന്നും സാധനയിലൂടെ ലഭ്യമല്ല. വളരെ വിശ്വാസയോഗ്യമായ വഴികളിലൂടെ സഞ്ചരിച്ച് അത്യന്തം പാകപ്പെട്ടതിന് ശേഷമാണ് സാധകനില് ആ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത്. ഇവിടെ പാകപ്പെടുന്നത് സാധകനാണ്, അല്ലെ? അയാളുടെ ശ്രദ്ധ, നിഷ്ഠയുള്ള സാധനാ വഴികളിലൂടെയാണ് അവൻ പാകപ്പെട്ടു വരുന്നത്. അപ്പൊ ചിട്ടയായ സാധനയാണ് അടിസ്ഥാനം എന്നർത്ഥം. ആരാധിക്കുന്നവർക്ക് ആ ഒരു ഹൃദയ വിശാലതയും നന്മയും പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. അപ്പോ ആരാധനാമൂർത്തിയായിരിക്കുന്ന ദേവി ഈ അർഹത നേടുന്നതും അത് ലഭിക്കുന്നവരും സൗഭാഗ്യങ്ങൾക്ക് പാത്രീഭൂതമാകുന്നു എന്നർത്ഥം. ഇപ്പൊ ജ്ഞാനികളും നല്ല ആത്മാക്കളും എന്തിന് എല്ലാത്തിലും സൗഭാഗ്യം ദർശിക്കുന്നു. ദേവി ഉപാസകര് എന്ത് കിട്ടിയാലും അത് ദേവിയുടെ അനുഗ്രഹമായിട്ടാ കാണുന്നത്, അല്ലെ? ഇപ്പൊ മനുഷ്യനായി ജനിക്കുന്ന എല്ലാവർക്കും ഈ ഭാഗ്യം ഉണ്ടെങ്കിലും അത് ഉപയോഗപ്പെടുത്തുന്നവർക്ക് മാത്രമേ അത് ലഭിക്കുന്നുള്ളൂ. ഇപ്പൊ ആ ഒരു കഴിക്കുന്ന ഭക്ഷണത്തെ ആ ഒരു ആദരവോടെ സമീപിക്കുന്ന വ്യക്തിക്ക് സദാ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു. ദാരിദ്ര്യമാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയാറുണ്ട്, അല്ലെ? ആ ഒരു ദാരിദ്ര്യ ദുഃഖം. ഇപ്പൊ ഒരു മനുഷ്യപ്പിറവില് ആദ്യം കഴിക്കുന്ന ഭക്ഷണത്തിന് പ്രാധാന്യമുണ്ട്. ആദ്യം കഴിക്കുന്ന മധുരവും സൃഷ്ടിതത്വവും, പാൽ ശിവതത്വവും, അന്നം വിഷ്ണു തത്വവുമാണ്. ഇങ്ങനെയുള്ള 3 തത്വങ്ങളാണ് ശരീരത്തെ പോഷിപ്പിക്കുന്നത്. ഇനി ആദരപൂർവം കഴിക്കേണ്ട ശരീരത്തിന് പുഷ്ടി പകരുന്ന ഭക്ഷണ പദാർത്ഥങ്ങള് കരിമ്പ്, കൂവളയില, ജീരകം, കൊത്തമല്ലി, പാൽ ഉൽപ്പന്നങ്ങൾ, മഞ്ഞൾ, പൂക്കൾ, ഉപ്പ് എന്നീ 8 എണ്ണമാണ്. അപ്പൊ ഈ പൂജാദ്രവ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നിയന്ത്രിച്ച് കഴിക്കേണ്ടവയാണെന്ന് അർത്ഥം. അപ്പൊ ദേവിയിലെ ഭക്തി വരിക എന്നത് ദേവിയുടെ അനുഗ്രഹമാണ്, അല്ല നമ്മുടെ ചോയ്സ് അല്ല അത്. നമുക്ക് ദേവിയിൽ ഭക്തി വന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ അനുഗ്രഹമാണ്? ഈ അംബികയുടെ, ഈ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്ക് ദേവീ ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ദേവി ഭാഗവതത്തിൽ ദേവി പരാശക്തി കാശി രാജാവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടവരം ചോദിക്കാൻ ആവശ്യപ്പെട്ടപ്പോ കാശി രാജാവിന്റെ മറുപടി ഇതായിരുന്നു: ഒരേ ഒരു വരം മാത്രം അമ്മേ ചോദിക്കാനുണ്ട്. ഒരാഗ്രഹം നിന്നിൽ എന്നും നശിക്കാത്ത ഭക്തി വേണം, അജഞ്ചലം. അപ്പൊ സദാ അജഞ്ചലമായിരിക്കുന്ന ദേവി ഭക്തി ഒന്നു മതി എന്നാണ് രാജാവ് മറുപടി പറഞ്ഞത്. അപ്പൊ ഭഗവാൻ വിഷ്ണു ദേവിയോട് ആവശ്യപ്പെടുന്നതും ഇത്തരത്തിൽ, അതായത് നീ എന്നെ നിന്റെ അടിമയായി കരുതണമെന്നാണ് പറയുന്നത്. അപ്പൊ തന്റെ സാധനയും ആ ഒരു സത്വ കർമ്മങ്ങളും കൊണ്ട് അത്യന്തം ഉയർന്ന വ്യക്തികൾക്ക് മാത്രമേ അത്തരം ഒരു വരമൊക്കെ ആവശ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ, അല്ലെ? ഇപ്പൊ വിഷ്ണു ഭഗവാൻ ദേവി പുത്രനായി തന്നെയാണ് കരുതപ്പെടുന്നത്. ഭക്തനാകാനും ആ സൗഭാഗ്യം അനുഭവിക്കാനുമുള്ള അനുഗ്രഹം കൊടുക്കുന്ന അമ്മ ഭക്തർക്ക് സൗഭാഗ്യദായിനി തന്നെയാണ്. ഈ സൗഭാഗ്യം നന്നായി പാകം വന്നതിന് ശേഷം ഓരോരുത്തർക്കും അവനവന്റെ കർമ്മം അനുസരിച്ചാണ് ദേവി ദാനം ചെയ്യുന്നത്. മറ്റൊരാളുടെ സൗഭാഗ്യങ്ങളല്ല നമ്മുടെ സൗഭാഗ്യത്തിന്റെ മാനദണ്ഡം എന്ന് സാധകൻ അറിയണം. ഭക്തി യുക്തി കൈവരണം, എന്നാൽ മാത്രമേ ദേവി ഭക്തി സ്ഥിരമായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോ
ഭക്ത സൗഭാഗ്യദായിനി എന്നുള്ള നാമം കഴിഞ്ഞിട്ട് അടുത്ത 4-5 നാമങ്ങൾ വീണ്ടും ഭായില് തുടങ്ങുകയാണ്. ഭക്തിപ്രിയ, ഭക്തിഗമ്യ, ഭക്തിവശ്യ, ഭയാപഹ, ശാംഭവി, ശാരദാരാധ്യ, ശർവാണി, ശർമ്മദായിനി. അപ്പൊ 118ാമത്തെ നാമം ഭക്തിപ്രിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഭക്തി മാർഗത്തെ ഇഷ്ടപ്പെടുന്നവൾ എന്നർത്ഥം. അപ്പൊ ഭക്തരില് പ്രിയമേറിയവൾ, ഭക്തിയോടെ ഉപാസന ചെയ്യുന്നവരില് പ്രിയമുള്ളവൾ. ഭക്തി 2 വിധമുണ്ട്. സാമാന്യ ഭക്തി, ഗൗണി ഭക്തി. 2 ആ ഒരു ഭക്തി മുഖ്യമായിട്ട്, അതായത് മുഖ്യമായിട്ട് കരുതുന്നത്. അപ്പൊ മുഖ്യഭക്തിയില് ഈശ്വരനിൽ അനുരാഗം, ഉത്തമ ഭക്തിയിൽ ഈശ്വരനിൽ ഉണ്ടായാല് വരുന്ന അടയാളങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാല് സ്വാർത്ഥരാഹിത്യം, അഹങ്കാരനാശം, ഈശ്വരനല്ലാതെ മറ്റൊന്നിലും മനസ്സിന് ഇടമില്ലാതിരിക്കല്, തന്മയീഭാവം. ഈ ഭക്തൻ സിദ്ധനും അമൃതനുമാണെന്ന് പറയണു. ഒന്നിലും ദുഃഖം, വെറുപ്പ്, ശത്രുത, വിഷയാസക്തി, മനോജയം, ഇന്ദ്രിയജയം ഉണ്ടായി ആ ഒരു ആത്മാരാമനായിട്ട് തീരണു ഈ ഭക്തൻ. നദി സമുദ്രത്തെ പോലെ തന്നെ സ്വാഭാവികമായിട്ട് ജീവാത്മാവ് പരമാത്മാവിനെ പ്രാപിക്കുന്നു. മോക്ഷം നൽകുന്ന ജ്ഞാനമാണ് ഇവിടെ ഭക്തി. അപ്പൊ ഗൗണി അഥവാ സാമാന്യ ഭക്തി എന്നുള്ളത് എന്താണ്? അത് സേവയാണ്, അല്ലെ? അപ്പൊ നവദാ ഭക്തിയില് നമ്മള് എന്താ പറയാ, ഭാഗവതം 9 തരത്തിലുള്ള ഭക്തികൾ പറയുന്നുണ്ട്, അല്ലെ? അപ്പോ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അപ്പൊ ഈ 2 വിധ ഭക്തർക്കും സൗഭാഗ്യം അരുളുന്നവൾ. അപ്പൊ അവിടെ ദേവിക്ക് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, അല്ലെ? അപ്പോ ആ ഒരു ഭക്തിയിൽ പ്രിയമായിട്ടുള്ള ദേവി, അതായത് ഭക്തിപ്രിയ എന്ന് പറയുന്ന ദേവി എന്താണ്? ഭക്തി ആരിലുണ്ടോ അവർക്കെല്ലാം അനുഗ്രഹത്തെ കൊടുക്കണം. അപ്പൊ സാധനയിലും നിഷ്ഠയിലൂടെ നമുക്ക് ആണ് ദേവിയുടെ മഹത്വം നിലനിൽക്കുന്നതെന്ന് അർത്ഥം. ഭക്തി എന്നത് ഒരു ആധാരമാണ്, അല്ലെ? ഒരു വള്ളി പടരാനായിട്ട് ഒരു താങ്ങ് പോലെ, ജലത്തിൽ ഒഴുകാൻ ഒരു താഴ്ച വേണ്ടതുപോലെ ആധാരത്തിലൂടെ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ആധാരം നമ്മളെ പുഷ്ടിപ്പെടുത്തുന്നതായിരിക്കണം. വള്ളി താങ്ങിനായിട്ട് ഒരു ചിതലരിച്ച കമ്പിലാണ് പടരുന്നെങ്കിൽ വളരാതെ അത് നശിച്ചു പോകും, ഇല്ലേ? ജലം ഓടയിലാണ് പതിക്കുന്നെങ്കിലും അത് ഉപയോഗശൂന്യമായി പോകും. അതുകൊണ്ട് ആധാരത്തിനായി തിരഞ്ഞെടുക്കുന്ന മാധ്യമം വളരെ പ്രാധാന്യമുള്ളതാണ്. തന്റെ ഉള്ളിലെ സ്വത്വത്തെ തിരിച്ചറിഞ്ഞ് അതിനെ വേണം നമ്മൾ ആലംബമാക്കാൻ. ഇപ്പൊ ത്രിഗുണങ്ങൾക്കും ഇത് ബാധകമാണ്. ഭക്തി ഉറച്ചതാണെങ്കിൽ അത് ഗുണത്തിനെ അതിജീവിച്ചുകൊള്ളും. ഭക്തി എന്നത് ഒരു ആരാധനാ സമ്പ്രദായത്തിൽ അധിഷ്ഠിതമല്ല. വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഇതൊന്നും ഇല്ലാതെയും ഭക്തിയുണ്ട്. കർമ്മത്തിലുള്ള നിഷ്ഠ ഭക്തിയാണ്. ധർമ്മം, ആദർശം എല്ലാം ഭക്തിയാണ്. ഇതെല്ലാം തികഞ്ഞ ശക്തിഭാവമാണ് ദേവി. അപ്പോ നാരദൻ പറഞ്ഞതുപോലെ സ്വസ്വരൂപ അനുസന്ധാനം തന്നെയാണ് ഭക്തി. ഇപ്പോ അപ്പോഴാണ് മൂല്യം ഉണ്ടാകുന്നത്. ഇപ്പൊ മനുഷ്യ ജീവന്റെ ആധാരം മൂലാധാരത്തിലെ പ്രാണശക്തിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലുള്ള സമർപ്പണമാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് തുണയായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ നിഷ്കാമ ഭക്തിയാണ്, അല്ലെ? അമ്മയുടെ സ്വരൂപം അറിയാൻ സാധിക്കും എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു നിഷ്കാമ ഭക്തിയിലൂടെ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കുകയുള്ളൂ. ജഗദംബിയുടെ ആ ഒരു പ്രീതിക്ക് ഭക്തി മാത്രം മതി. ഇപ്പൊ നിഷ്ഠയോടെ ചെയ്യാനാണ് ആരാധനാക്രമങ്ങളെല്ലാം തന്നെ. അത് സ്വരൂപത്തിലേക്കുള്ള ഒരു പന്ഥാവാണ്. ഭാഗവതത്തിലെ കഥയാണ് ഭക്തിയും അവളുടെ മക്കളായ ജ്ഞാന വൈരാഗ്യങ്ങളും, അല്ലെ? ഭാഗവതം കേട്ടിട്ടുള്ള എല്ലാവർക്കും ഈ കഥ അറിയാം. ഭക്തി ദേവിയിൽ സംപ്രീതയായ ദേവി തന്റെ ദ്വാരപാലകയായ മുക്തി ദേവിയെ ഭക്തിക്ക് സമ്മാനിച്ചതാണ്. അപ്പൊ ഭക്തി ശരിയായി നടക്കുമ്പോൾ മുക്തി ദാസിയായിട്ട് അനുഗമിക്കും എന്നർത്ഥം. അപ്പോ 7 തണ്ടുള്ള മുളയിലിരുന്ന് ഭക്തിപൂർവ്വം ഭാഗവതം ശ്രവിച്ച ദുന്ദുകാരി ഓരോ ദിവസവും ഓരോ മുള പൊട്ടി 7ാമത്തെ ദിവസം തന്റെ കർമ്മങ്ങളെ എല്ലാം തീർത്ത് ദുന്ദുകാരി എന്ന പ്രേതാത്മാവ് ദിവ്യ രൂപധാരിയായി തുളസി ഹാരം ധരിച്ച് പീതാംബരമണിഞ്ഞ് വൈകുണ്ഠത്തിലേക്ക് യാത്രയായി. മഹാവിഷ്ണുവായി മാറിക്കഴിഞ്ഞു ആ ദുന്ദുകാരി, അല്ലെ? അപ്പൊ ഗോകർണൻ ചോദിച്ചത് എന്താണ്? ഇദ്ദേഹത്തെ മാത്രം കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ ആ ഒരു വിഷ്ണു വിഷ്ണു കഥ ശ്രവിച്ച മറ്റുള്ളവരെയും കൂടി കൊണ്ടുപോകാത്തത് എന്താണ്? അപ്പോ വിഷ്ണു പാർഷദന്മാര് പറഞ്ഞു, എല്ലാവരും ഭക്തിയോടെയാണ് കേട്ടത്, പക്ഷെ പലരും പലപ്പോഴും ലൗകികതയിൽ ഉഴറി നടന്നു. അത് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും, അവരെ കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നാണ്. അപ്പൊ ഭക്തിക്ക് ഭൗതികതയിൽ യാതൊരു സ്ഥാനവും ഇല്ല എന്നർത്ഥം.
മറിച്ച് ഹൃദയത്തിലേക്ക് ഒഴുകി വരുന്ന അനുഗ്രഹ വർഷ കല്ലോലിനിയാണത്. ഇത് നമ്മുടെ ഇഷ്ടദേവതയുടെ സ്നേഹവും അനുഗ്രഹവും മാത്രമാണ് അതിന് കാരണമായിട്ടിരിക്കുന്നത്. അപ്പോ ദേവിയെ കുറിച്ച് ഇത്രയും പറയുമ്പോൾ ആ അമ്മ എന്നുള്ള വാക്ക് ഇത്രയൊന്നും വിശേഷണങ്ങൾ വേണ്ട. അമ്മ എന്നുള്ള ഒറ്റ വാക്ക് മതി, ഇല്ലേ? കാരണം ദേവിക്ക് ആ ഒരു എന്താ പറയാ, ഭക്തി മാർഗത്തിലൂടെ ദേവിയെ ഭക്തി എവിടെ എത്തിക്കും? നമ്മളെ ജ്ഞാനത്തിലെത്തിക്കും. അപ്പൊ അടുത്ത നാമം അത് തന്നെയാണ് പറയുന്നത്, ഭക്തി ഗമ്യ, ഭക്തിയിലൂടെ പ്രാപിക്കാവുന്നവൾ. അപ്പോ ഭക്തിയിൽ ആ ഒരു ഭക്തിപൂർവമായ ഉപാസനയിലൂടെ ഹൃദയത്തിൽ പ്രത്യക്ഷ ദർശനം നൽകുന്ന ആ ഒരു എന്താ പറയാ, അവ്യക്ത ബ്രഹ്മം പ്രത്യക്ഷമായ അനുഭവ വേദ്യമാക്കുന്നു എന്നർത്ഥം. അപ്പൊ ആ ഒരു ധീരർ ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിച്ച് അന്തർമുഖരാകണു. അപ്പോൾ യോഗസൂത്രങ്ങളിലെ ഈശ്വര പ്രണിധാനം എന്നത് ഭക്തിപൂർവമായിട്ടുള്ള ഒരു ഉപാസനയാണ്. അപ്പൊ ഉപാസകൻ ഭക്തി, ധ്യാനം, ആരാധന, പ്രേമപൂർവമായിട്ട് ആത്മാവിൽ പ്രതിഷ്ഠിക്കല് മുതലായവയിലൂടെ ആ ഒരു ബ്രഹ്മഭാവമായിരിക്കുന്ന മോക്ഷത്തിലേക്ക് എത്തിച്ചേരണം. അപ്പൊ ഭക്തിയിലൂടെ മാത്രമേ നമുക്കിത് ദർശിക്കാൻ പറ്റുള്ളൂ. തുടക്കം ഭക്തിയാണ്, അല്ലേ? ഭക്തി, കർമ്മം, ജ്ഞാനം. അപ്പൊ ഭക്തി മാത്രം ദർശിക്കുന്നവളാണ് ദേവി അല്ലെങ്കിൽ അമ്മ എന്ന് പറയണു. പിന്നെയാണ് ദേവി മോക്ഷരൂപിണിയായിരിക്കുന്ന ശ്രീവിദ്യ എന്ന് നമ്മൾ പഠിക്കുന്നത്, ഇല്ലേ? ഭക്തിയിലൂടെ ദേവിയെ അറിയാൻ വേണ്ടി ഉപാസനാ മാർഗം തിരഞ്ഞെടുക്കുമ്പോൾ അത് ശ്രീവിദ്യാ സ്വരൂപിണിയായിരിക്കണം അമ്മയുടെ മന്ത്രമാണെന്ന് അപ്പോഴാണ് അറിയുന്നത്. അപ്പൊ അമൃതത്വം, മോക്ഷ സുഖാനുഭവം, ജ്ഞാനഭക്തി കർമ്മ സമന്വയം, ഈ ഒന്നുകൊണ്ട് തന്നെയാണ് ഈ ഒന്ന് ആ ദേവിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതും ഇത് ദേവിയാണ് അനുഗ്രഹമായിട്ട് കൊടുക്കുന്നതും. അപ്പൊ കുറച്ച് നാമങ്ങൾ ഭക്തിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ദേവി ഭക്തി എന്താണെന്ന് പറഞ്ഞു തരികയാണ് പശുന്യാദി വാഗ്ദേവതകള്. ഭക്തിയെ കൊണ്ട് ഗമിക്കാവുന്നവളും ഭക്തി ഗമനമാക്കിയവളും എന്നൊക്കെ പല അർത്ഥങ്ങൾ ഈ നാമങ്ങൾക്കുണ്ട്. സ്വയം തിരിച്ചറിയലാണ് ഭക്തിയുടെ ആരംഭം. ആദ്യം തന്നെ അറിയുക, പിന്നെ താൻ അറിഞ്ഞതിനെ അനുഭവിക്കുക. അങ്ങനെ ഭക്തി നമ്മുടെ ഉള്ളിൽ ദൃഢമായി തീരുന്നു. അപ്പൊ കർമ്മത്തോടുള്ള ഒരു ഇഷ്ടം എല്ലാവർക്കും ആവശ്യമാണ്, എന്നാലേ നമുക്ക് ഏകാഗ്രത ഉണ്ടാവുകയുള്ളൂ. അപ്പൊ കർമ്മം തിളങ്ങണം, ഇല്ലേ? ഏത് കർമ്മവും സമർപ്പണ ബുദ്ധിയോടെ ചെയ്യുമ്പോൾ മാത്രമാണ് സായുജ്യം ഉണ്ടാകുന്നത്, ഇല്ലേ? കർമ്മഫലം അത് സായുജ്യമായിട്ട് തീരണമെങ്കിൽ എന്ത് വേണം? സമർപ്പണത്തോട് ചെയ്യണം. വ്യക്തികളിലെ ഭക്തിയെ ശുചിയാക്കുവാൻ എത്തുന്ന ആ എത്രയോ ഈശ്വര ഭാവങ്ങൾ നമ്മുടെ പുരാണങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഏറ്റവും പ്രചാരമുള്ളതാണ് ആ ഒരു മൃഗണ്ടുപുത്രനായിരിക്കുന്ന മാർക്കണ്ഡേയ മഹർഷിയെ രക്ഷിക്കാനായിട്ട് ശിവഭഗവാൻ നേരിട്ട് വന്ന് യമധർമ്മ രാജാവിനെ ശാസിച്ചത്, അല്ലേ? ആ ഒരു ശുദ്ധ ഭക്തിയില് ഭഗവാന് വരാതിരിക്കാൻ സാധ്യമല്ല. ശിവഭക്തനായിരിക്കുന്ന മലവേടനായ കണ്ണപ്പന്റെ കഥ നമുക്കറിയാം. മഹാഭാരതത്തിലെ അർജുനന്റെയും ദ്രൗപദിയുടെയും പുനർജന്മമാണ് കണ്ണപ്പനും പത്നി നീലിയും. തന്റെ ഉള്ളിലെ അഹത്തെ ഒതുക്കി നിർത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് അർജുനന് വീണ്ടും ജന്മമെടുക്കേണ്ടി വന്നത്. അപ്പൊ ദ്രൗപദി ആകട്ടെ അർജുനനോടുള്ള അടങ്ങാത്ത ആ ഒരു പ്രണയമാണ് പുനർജന്മത്തിന് കാരണമായി തീർന്നത്. ഏത് ജന്മത്തിലും അവർ ഭക്തിയും നിഷ്ഠയും പുലർത്തിയിരുന്നു. കണ്ണപ്പനും ഭാര്യ നീലിക്കും ശിവപാർവതി ദർശനം ലഭിച്ച് അത് ശുദ്ധമായ ഭക്തിയിലൂടെ തന്നെയായിരുന്നു. പിന്നെയാണ് അവർക്ക് പരമമായ മോക്ഷം ലഭിച്ചത്. അപ്പൊ കണ്ണപ്പൻ പൂജിച്ച ആ ഒരു ശിവലിംഗമാണ് കാളഹസ്തി അറിയപ്പെടുന്നതെന്ന് ഒരു കൂട്ടർ പറയുന്നു. ചിലര് പറയുന്നു അതിനടുത്തുള്ള കാട്ടിൽ ഒരു പഴയ ക്ഷേത്രത്തില് ഇന്നും അതുണ്ടെന്ന് പറയുന്നു. അതാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും പഞ്ചഭൂത ക്ഷേത്രത്തിലെ വായുതത്വമാണ് കാളഹസ്തി. ഒരു ചിലന്തിയും പാമ്പും ആനയും കൂടി പൂജിച്ച ക്ഷേത്രമാണിത്. അപ്പൊ ആ ശിവലിംഗ ക്ഷേത്രമാണ് ശ്രീ കാളഹസ്തീശ്വര ലിംഗക്ഷേത്രം. ഇപ്പൊ ശ്രീ എന്നത് ചിലന്തി, കാല എന്നത് സർപ്പം, ഹസ്തി എന്നാൽ ആന. ഇവർ പൂജിച്ചിരുന്ന ക്ഷേത്രമാണിത്. അപ്പോ മനുഷ്യർക്ക് മാത്രമല്ല പക്ഷിമൃഗാദികളിലും മൃഗങ്ങളിലും എല്ലാം ഭക്തി ഉണ്ടെന്ന് ഇത് കാണിക്കണം, ഇല്ലേ? ഇപ്പൊ വ്യക്തിയുടെ അചഞ്ചലമായിരിക്കുന്ന ഭക്തിയും ആത്മസമർപ്പണവുമാണ് ശരിക്കും പറഞ്ഞാല് ആത്മദർശനത്തിന് കാരണമാകുന്നത്. ഇത് തന്നെയാണ് ശരിക്കുള്ള ജ്ഞാനഭക്തി എന്ന് പറയുന്നത്. അപ്പോ ആത്മസമർപ്പണത്തിലൂടെ ചെയ്യുന്നതെല്ലാം തന്നെ ആത്മസായുജ്യത്തിലെത്തിക്കും. അപ്പൊ ദേവി ഭക്തി വശ്യ. അടുത്തതോ ഭയാപഹ, ഭയം പ്ലസ് അപഹ, ഭയത്തെ ഇല്ലാതാക്കുന്നവൾ. നമുക്ക് എല്ലാവർക്കും ഭയമാണ്, പലതരത്തിലാണ് ഭയം, ഇല്ലേ? എന്താണ് ഏറ്റവും വലിയ ഭയം എന്ന് ചോദിച്ചാൽ മൃത്യുഭയം.
ഈ ശരീരത്തെ വിട്ടുപോകണം, ഇത് എന്റേതാണ്, ഈ ഭൂമി എന്റേതാണ്, ഇതിനെ വിട്ടുപോകുമോ, എപ്പ പോകും, ഇതെല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഭയമാണ്. അപ്പൊ ഭയത്തെ ഇല്ലാതാക്കുന്നവൾ, ഭയത്തെ നീക്കുന്നവൾ, അഭയം കൊടുക്കുന്നവൾ. ദേവിയുടെ ഭയാപഹ നാമങ്ങള് ഒരുപാടെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ദേവി മഹാത്മ്യത്തില് ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണീ നമോസ്തുതേ. ശരണാഗത ദീന ആർത്ത പരിത്രാണപരായണേ. ശരണര്, ദീനര്, ആർത്തര് ഇല്ലേ, ഇവരെ എല്ലാം ത്രാണനം ചെയ്യുന്ന അല്ലയോ ദേവി, എന്നെയും കാത്തുകൊള്ളണേ. അപ്പോ ആ ഒരു എന്താ പറയാ, ഭയാപഹ എന്നുള്ള ഒരു ഭക്തിയാൽ വശപ്പെടുന്നവൾ നമ്മൾ കണ്ടു ഭക്തിവശ്യയാണെന്ന് അല്ലെ. ഭക്തി ആരിലാണോ വശമ്മതമായിരിക്കുന്നത്, ആ ഒരു ഭക്തിയിൽ ഏതൊരാളാണോ വശപ്പെട്ടിരിക്കുന്നത്, ഭക്തിവശ്യ. അപ്പൊ ഇതില് 120ാമത്തെ നാമം ഭക്തിവശ്യ എന്നുള്ള നാമമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഭയാവഹ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഭക്തിവശ്യ നോക്കാം. ഭക്തിവശ്യ എന്ന് പറഞ്ഞാൽ ഭക്തിയിലൂടെ വശീകരിക്കാവുന്നവൾ എന്നർത്ഥം. 120ാമത്തെ നാമമാണത്. അപ്പൊ ഇടയ്ക്ക് അത് 121ാമത്തെ നാമം ഭയാവഹ വന്നതുകൊണ്ട് ഭക്തിവശ്യെ കണ്ടില്ല. എന്തായാലും നമുക്ക് ഭക്തിവശ്യ നോക്കാം. ആ ഒരു ഭക്തി ലക്ഷണങ്ങൾ അറിയാവുന്ന സ്വരൂപമുള്ള ദേവി, ആ ഒരു തന്മയീ ഭാവത്തില് സ്വയം ഭക്തരില് പ്രകടമാകണു. സത്യം, ജ്ഞാനം, അനന്തം എല്ലാം ഒക്കെ നമുക്ക് വാക്കുകളാണ് അല്ലെ. അതിനൊക്കെ അതീതയായിട്ടാണ് പരബ്രഹ്മ സ്വരൂപിണിയായിരിക്കുന്ന ദേവി അല്ലെ. പരബ്രഹ്മ ഭാവം. ഏതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസ്സ് സഹ എന്ന് വേദം പറയണു അല്ലെ. വാക്കുകള്, ഇന്ദ്രിയങ്ങള് ഒന്നും എത്തിച്ചേരാത്തതിന് അപ്പുറം ഇരിക്കുന്നവൾ. ഇപ്പൊ ത്രിശതിയില് ആ ഒരു ലക്ഷണാഗമ്യ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദേവി ആ ഒരു സ്വന്തമായിരിക്കുന്ന ആ ഒരു തന്മത്വത്തില് ആ ഒരു വിദ്യാനുഭാവം ഉണ്ടാക്കണമെന്ന് പറയാറുണ്ട്. കാരണം ബ്രഹ്മവിദ്യ അനുഭവം ഉണ്ടായ ആ ഒരു ഉപാസകരില് സർവവിദ്യ ലക്ഷണം തെളിയുന്നു എന്ന് പറയുന്നു. അപ്പൊ ജ്ഞാനികളുടെ ഭക്തിയില് അനായാസേന പ്രാപിക്കാവുന്നവൾ, ഭക്തി കൊണ്ട് വശത്താവുന്നവൾ. ഉദാഹരണം നമ്മൾ കണ്ടു, കണ്ണപ്പ നായനാർ, ധ്രുവൻ, പ്രഹ്ലാദൻ, ശബരി, കുചേലൻ, ഗജേന്ദ്രൻ, ഇവരെല്ലാം തന്നെ നമുക്ക് ആ ഒരു ഭക്തി കൊണ്ട് മാത്രം ആ ഒരു എന്താ പറയുക ഈശ്വരനെ പ്രാപിച്ചവരാണില്ലേ. അപ്പൊ ദേവി തന്റെ ഭക്തനിലുള്ള ആ ഒരു കളങ്കമെല്ലാം നീക്കി ഭക്തിയെ സ്വീകരിച്ച് സർവ്വ അനുഗ്രഹങ്ങളും തരുന്നു. അപ്പൊ ഭക്തിപ്രിയത്വം, ഭക്തിവശ്യത്വം, ആ ഭക്ത സൗഭാഗ്യ ദായികത്വം എല്ലാം ഭഗവതി തരുന്നു എന്നർത്ഥം. അപ്പോ ഭക്തിയിൽ വശപ്പെടുന്നവൾ ആണ് ഭക്തിവശ്യ. അപ്പൊ ഭക്തി ആരിലാണോ വശമതമായിട്ടിരിക്കുന്നത് അതാണ് ദേവി എന്നർത്ഥം. ഓരോ നാമങ്ങളിൽ ഇത് ആവർത്തിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും ഭക്തിയുടെ പ്രാധാന്യം പറഞ്ഞു തരികയാണ്. കാരണം അതിൽ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഭക്തിയിൽ ആദ്യം പ്രിയം വരണം, പിന്നെ ആ ഒരു എന്താ പറയാ ഭക്തിയിൽ ഗമിക്കപ്പെടണം അല്ലെ, പിന്നെ ഭക്തിയാൽ വശപ്പെടണം. അപ്പൊ ഭക്തിയാൽ വശപ്പെടുമ്പോഴാണ് ഭക്തന്റെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഭക്തന്റെ ആ ഒരു ബുദ്ധിയും ബോധവും ഉണരുന്നത്. അപ്പൊ ഈശ്വര ഭാവത്തില് ഈശ്വര രൂപഭാവങ്ങളിലല്ല ഇവിടെ പ്രസക്തി, എങ്ങനെ ആരാധിക്കുന്നു എന്നുള്ളതിലാണ്. അതിനായിട്ട് നമുക്ക് 30 മുക്കോടി ദേവസങ്കല്പങ്ങളുണ്ട് ഇല്ലേ. സനാതന ധർമ്മങ്ങളിൽ 30 മുക്കോടി ദേവകളുണ്ടെന്നാ പറയുന്നത്. ഏത് ആരാധിച്ചാലും അവസാനം ഭക്തിയിലൂടെ ആ ദേവതയിൽ നമുക്ക് എത്തിച്ചേരാം. ഒരിക്കൽ ഗുരുവായൂരപ്പന്റെ തിടമ്പ് ഗോപുരത്തിന് പുറത്തേക്ക് കടത്താൻ സാധിക്കുന്നില്ല. എല്ലാവരും വളരെ വിഷമത്തിലായി. ആ ഒരു ദ്വാരവാതിലിൽ ഉടക്കി നിൽക്കുന്നു. കാരണം ആർക്കും മനസ്സിലാകുന്നില്ല. ഭക്തോത്തമനായിരിക്കുന്ന വില്ലുമംഗലത്ത് സ്വാമിയാര് പല മന്ത്രതന്ത്രങ്ങളും പയറ്റി നോക്കി, രക്ഷയില്ല. അവസാനം വില്ലുമംഗലം കണ്ണനെ വിളിച്ച് കരയാൻ തുടങ്ങി. അപ്പോ ആൾക്കൂട്ടത്തിൽ നിന്നൊരു ശബ്ദം, ഹായ്, എന്താ ഇപ്പൊ ഇത്രയും ചിന്തിക്കാനായിട്ട്, പോത്തല്ലേ, ഒന്ന് ചരിച്ചു കിടത്തൂ മേൽശാന്തി എന്ന് പറഞ്ഞു. പോത്തോ? എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കസവും മുണ്ടും സ്വർണമാലയും ഒക്കെ അണിഞ്ഞ ഒരു ആഠ്യൻ നിൽക്കുന്നു. ആർക്കും അദ്ദേഹത്തെ മനസ്സിലായില്ല. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ചരിച്ചു കടത്തുവെന്ന്. ശാന്തിക്കാരൻ പോത്തിന്റെ തല തിരിക്കുന്നത് പോലെ തിരിച്ചു പിടിച്ചു. അത് അത്ഭുതമായിട്ട് പുറത്തേക്ക് വന്നു. എല്ലാവരും ആ ഒരു ദിവ്യനെ നമസ്കരിക്കാൻ തിരക്ക് കൂട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വില്വമംഗലത്ത് സ്വാമിയുടെ ശിഷ്യനാണ്, അദ്ദേഹത്തെ അല്ല നമസ്കരിക്കേണ്ടതെന്ന്. അപ്പൊ അദ്ദേഹമാണ് എന്റെ ഗുരു, അദ്ദേഹമാണെന്ന് പറഞ്ഞു. എന്തിന് ഗുരുവായൂരപ്പന്റെ രൂപം പോത്തിൻ്റെതാണെന്ന് പറഞ്ഞു തന്നത്? ഇപ്പൊ വില്ലുമംഗലത്ത് സ്വാമിയാര് ഞെട്ടിത്തരിച്ച്
ധാരധാരയായിട്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് തന്റെ ശിഷ്യനായ ആ ഒരു ചേമഞ്ചേരി വാര്യരോട് ക്ഷമാപണം നടത്തുവാനാഞ്ഞു. കാരണം ചേമഞ്ചേരി വാര്യർ വില്ലുമംഗലത്തിന്റെ അടുത്ത് വന്ന് ഗുരുവായൂരപ്പന്റെ രൂപം എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചപ്പോ ഒരു പോത്തിനെ പോലെ ഇരിക്കും എന്ന് പറഞ്ഞ് വില്ലുമംഗലത്ത് സ്വാമിയാര് കളിയാക്കി വിട്ടു. തന്റെ ഭക്തിയാണ് ഏറ്റവും ഉയർന്നതെന്നും കണ്ണൻ ഇഷ്ടപ്പെട്ടതെന്നും ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ ഭക്തിക്ക് എന്തൊക്കെയാണോ നിദാനം അതാണ് ഭഗവാൻ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് അപ്പോഴാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ അഹം എന്ന ഭാവം ഇല്ലാതായി ആ മുക്തിക്കുള്ള പ്രയാണം ആരംഭിക്കുകയും ചെയ്തു അവിടെ. ഇപ്പൊ കലിയുഗത്തില് 15-ാം നൂറ്റാണ്ടിൽ നടന്ന കഥയാണിത്. ഇത് തന്നെ ആ അകവൂർ ചാത്തിൻ്റെതായിട്ട് മോച്ചിറ പരബ്രഹ്മത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ബ്രഹ്മത്തിലേക്കുള്ള പ്രയാണത്തില് ഭക്തിക്ക് രൂപമോ ഭാവമോ ശബ്ദമോ ഒന്നുമില്ല. മനസ്സിന്റെ സമർപ്പണം കൊണ്ട് ചെയ്യുന്നതെല്ലാം തന്നെ ഭക്തിയാണ്, അല്ലെ? ഭക്തന് വശപ്പെട്ട് ഭക്തന്റെ ഇച്ഛാസ്വരൂപത്തില് ശക്തി ഉരുത്തിരിഞ്ഞു വരുന്നു എന്നർത്ഥം. അപ്പൊ ഭക്തന് തന്റെ ഉപാസനാമൂർത്തിയോടുള്ള ദർശനം ഉണ്ടാകണു. ഭക്തിയിലൂടെ തീവ്രതയാണ് എല്ലാം നിശ്ചയിക്കുന്നത്. ഇതില് ശ്രീമദ് ശങ്കര ഭഗവത്പാദരുടെ ശിഷ്യനായ പത്മപാദരുടെ കഥ കൂടെ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. ഇതില് ആ ഒരു സനന്ദനൻ എന്ന പത്മപാദർ ഗുരുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ഒരിക്കല് അഹോബില എന്ന ദേശത്തൊരു ഗുഹയില് നാരായണനെ പ്രത്യക്ഷപ്പെടുത്താൻ കഠിനമായ തപസ് ചെയ്യുകയായിരുന്നു. വളരെ കാലമായി തപസ് തുടങ്ങിയിട്ട് ഒരു ദിവസം സന്ധ്യാവന്ദനത്തിന് പുറത്തിറങ്ങിയ പത്മപാദരോട് ഒരു വേടൻ ചോദിച്ചു, അങ്ങ് എത്ര കാലമായിട്ട് ഇതിനുള്ളിൽ ഇരിക്കുന്നു? ആരെയോ വിളിക്കുന്നുണ്ടല്ലോ, എന്തിനാണ് അങ്ങ് ഇവിടെ ഇരിക്കുന്നത്? ആരെയാണ് വിളിക്കുന്നത്? പത്മപാദർക്ക് മൂഢനായ വേടന്റെ ചോദ്യം അത്ര രസിച്ചില്ല. എങ്കിലും പറഞ്ഞു, ഞാൻ ദൈവത്തിനെ കാണാനാണ് തപസ് ചെയ്യുന്നത്. ഉടനെ വേടൻ, ദൈവം ആരാണ്, എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു. വേടന്റെ അജ്ഞതയിൽ തെല്ല് ദേഷ്യം തോന്നിയ പത്മപാദര് പറഞ്ഞു, ഈ കാട്ടിലെ അമ്പലത്തിലെ ഒരു മൂർത്തിയെ കണ്ടിട്ടില്ലേ? പാതി മനുഷ്യനും പാതി സിംഹവും. ആ ജീവി ഈ കാട്ടിൽ തന്നെ ഉണ്ട്. അതിനെ കിട്ടാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്ന്. ഈ അഹോബിലം അന്ന് ആന്ധ്രാപ്രദേശിലാണ്. അവിടത്തെ ഒരു പ്രശസ്തമായ നരസിംഹമൂർത്തി ക്ഷേത്രമായിരുന്നു പത്മപാദർ സൂചിപ്പിച്ചത്. വേടൻ പൊട്ടിച്ചിരിച്ചു. ആ ജീവിയെ ഇവിടെ ഇരുന്ന് വിളിച്ചാൽ കേൾക്കുമോ? കാട്ടിൽ തന്നെ ഓടി വന്ന് ഹാജരാകുമോ? കാട്ടിൽ പോയി തേടണം സ്വാമി. അങ്ങനെ തന്റെ അമ്പും വില്ലും ഉറപ്പിച്ച് വേടൻ യാത്രയായി. ആ ഒരു ശല്യം ഒഴിഞ്ഞ സന്തോഷത്തിലെ പത്മപാദർ തന്റെ കർമ്മങ്ങളിലേക്ക് തിരിഞ്ഞു. എന്നാൽ അന്ന് സൂര്യാസ്തമയമായപ്പോൾ കണ്ട കാഴ്ച പത്മപാദരുടെ ബോധം പോകുന്ന വിധത്തിലായിരുന്നു. എന്താണ് അദ്ദേഹം കണ്ടത്? ശരീരം മനുഷ്യന്റെ, മുഖം സിംഹത്തിന്റെ, കാട്ടുവള്ളികൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിയ ഒരു സത്വത്തെ വേടൻ കൊണ്ടുവന്നിരിക്കുന്നു. ഇതല്ലേ സ്വാമി അങ്ങ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തെ പത്മപാദരുടെ മുമ്പിലേക്ക് കൊണ്ടിട്ടു. അയ്യോ, എന്റെ നരസിംഹമൂർത്തെ, സമസ്ത അപരാധം ക്ഷമിക്കണേന്ന് ഉറക്ക നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു കമ്പ് പോലെ ഭൂമിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു പത്മപാദർ. ശാന്തനായ നരസിംഹമൂർത്തി പറഞ്ഞു, നിഷ്കളങ്കനായി ഈ വേടന്റെ ഭക്തിയിൽ വശപ്പെടാത്ത ആരാണുള്ളത്? ഞാൻ എന്റെ ഭക്തന്റെ ദാസനാണ്. തെറ്റ് മനസ്സിലാക്കിയ പത്മപാദർ പിന്നെ ക്ഷമാപണ ക്രിയകൾ ചെയ്ത് രണ്ടുപേരെയും ആ ക്ഷേത്രത്തിൽ കുടിയിരുത്തി എന്ന ഐതിഹ്യം. ഇതാണ് ഭക്തിപ്രിയ എന്നുള്ള നാമത്തിന്റെ അർത്ഥം. ഭക്തിയില് സാധകൻ മനനം ചെയ്യുന്ന വാക്കിന് ഏറെ പ്രാധാന്യമുണ്ട്. കാരണം ഒരു വാക്ക്, ഒരു നാമം ധാരാളം തവണ മനനം ചെയ്യുമ്പോൾ പല അർത്ഥങ്ങളും തെളിഞ്ഞു വരും. കാലക്രമത്തിൽ അവിടെ ജ്ഞാനോദയം ഉണ്ടാകണം. രാമായണത്തിലെ കാട്ടാളനായ രത്നാകരനോട് ആ ഒരു മരണശബ്ദമായിരിക്കുന്ന മര എന്ന ശബ്ദം ആ ഒരു മനന ജപാദികൾ ചെയ്യുന്നവനാണ് സപ്തർഷികൾ ആവശ്യപ്പെട്ടത്. മര എന്നാൽ വൃക്ഷമല്ല സംസ്കൃതത്തില്. മര എന്ന ഏകാഗ്രതയോടെ ജപിച്ചാണ് കാലചക്രത്തിൽ അദ്ദേഹത്തിന് ജ്ഞാനോദയം വന്ന് മരയെ രാമയാക്കി തീർത്തത്, അല്ലേ? അപ്പോ ഭക്തി എന്ന് പറയുന്നത് രസത്തിലൂടെ മാത്രമേ ഭക്തിപ്രിയായ ദേവി ഭക്തിവശ്യായിട്ട് തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. മറ്റേത് വഴിയും കഠിനമാണ്. അപ്പൊ ഭക്തിയിലൂടെ ശക്തിക്ക് അർഹമായ സ്ഥാനം കൈവരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താ ഉണ്ടാവുക? ഭയാപഹ, ഭയത്തെ ഇല്ലാതാക്കുന്നു. ദേവി വശമ്മതയായ പിന്നെ എന്തിനാ ഭയം നമുക്ക്, ഇല്ലേ? മരണത്തോടുള്ള ഭയം. ഈ ശരീരം തന്നെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ദേവി തന്നെയാണ് പഞ്ചഭൂത തത്വം എന്ന് അറിഞ്ഞാല് ഇത് ഉപേക്ഷിക്കാൻ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അല്ലേ? ഇതിനകത്ത് കുടികൊള്ളുന്ന ആത്മതത്വം ദേവിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ ആത്മാവ്, ഈ ഒരു ജീവൻ എന്ന് പറയുന്ന ആത്മാവ് ശിവബോധത്തിലേക്ക് ദേവി തന്നെ കൊണ്ടുപോയി ലയിപ്പിച്ചോളും എന്ന് ആ ഒരു ഭക്തൻ ഉറച്ചു വിശ്വസിക്കാം. അങ്ങനെ ഭയമില്ലാതായിട്ട് തീരുന്നു. അഭയം കൊടുക്കുന്നവളാണ് ദേവി.
ഇപ്പൊ ദേവിയുടെ ഭയാവഹ നാമങ്ങള് നമ്മൾ കണ്ടു ഇല്ലേ? ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണ എന്നുള്ള വളരെ പ്രശസ്തമായ ദേവി മഹാത്മ്യത്തിലെ ശ്ലോകമാണത്. അപ്പോ ഭയം പ്ലസ് അപഹ, ഭയത്തെ ഇല്ലാതാക്കുന്നവൾ. അപ്പൊ ഭയത്തിനെ അപഹമാക്കുന്നതാരോ ആ ശക്തി ഭയാവഹ, ഭയത്തെ മൊത്തമായിട്ട് നശിപ്പിക്കുന്നവൾ. അപ്പൊ ഭദ്രവും ഭക്തിയും കഴിഞ്ഞാണ് ഭയത്തെ ഇല്ലാതാക്കുന്ന ദേവി സ്വരൂപത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഭയം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ആശ്രയമില്ല ഇല്ലേ എന്ന മനസ്സിന്റെ ഒരു പ്രതികരണം. എനിക്ക് ആരുണ്ട് ഇല്ലേ? നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്, എനിക്ക് ആരും ഇല്ല ഭഗവാനെ. വിശ്വസിച്ചവരെല്ലാം കൈയൊഴിയുമ്പോൾ നമ്മൾ ആരുടെ അടുത്താ പോകുന്നത്? അമ്മയുടെ അടുത്ത് അല്ലേ? അപ്പൊ ഭയം എന്ന് പറഞ്ഞാല് യാഥാർത്ഥ്യം യഥാർത്ഥമായിട്ടുള്ളതല്ലാത്തത് ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഭയം. അപ്പൊ നമ്മള് അയം ആത്മാ ബ്രഹ്മ എന്നൊക്കെ ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാവ് ബ്രഹ്മാണെന്ന് മനസ്സിലാക്കും. പക്ഷെ ഒരു സാധാരണ മനുഷ്യന് അത് മനസ്സിലാക്കാൻ പ്രയാസമാണ് അല്ലേ? യാഥാർത്ഥ്യം ഏത്, എന്താ പറയാ, കപടത ഏതെന്നൊന്നും അവന് തിരിച്ചറിയാൻ സാധ്യമല്ല. അപ്പോൾ ഭയം ഉണ്ടാകും. ആ ഒരു പ്രത്യക്ഷത്തിൽ ഉണ്ടാകുന്ന ഭയം കർമ്മഫലമോ വിധിയോ ആയിട്ട് നമ്മൾ കാണണം. എന്നാല് ആ ഒരു യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന ഭയം അജ്ഞാനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ആ ഭയം അഥവാ ആ ആശങ്ക ജ്ഞാനം കൊണ്ട് മാത്രമേ ഇല്ലാതാകുന്നുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും ബാഹ്യമായിട്ട് എന്തിനെങ്കിലും നമ്മൾ ആശ്രയിച്ചുകൊണ്ടേയിരിക്കും ഇല്ലേ? മറ്റൊന്നില്ല, എല്ലാം ഞാൻ മാത്രമാണ് എന്നുള്ള ചിന്ത രൂഢമൂലമാകുമ്പോൾ ഭയം ഇല്ലാതായി പോകും. അതായത് ദ്വൈതത്തിലാണ് ഭയം, അദ്വൈതത്തിൽ ഭയമില്ല. ഇപ്പൊ ബൃഹദാരണ്യ ഉപനിഷത്തില് പ്രജാപതി പറയണു, ഏകാഗി എന്ന തോന്നൽ തന്നെ ഭയപ്പെടുത്തുന്നതാണ്. ആ പ്രജാപതി ചിന്തിച്ചു, എന്നിൽ നിന്ന് അന്യമായിട്ട് വേറെ ഒന്നുമില്ല എന്ന്. അപ്പൊ എന്തിനെയാണ് ഭയപ്പെടേണ്ടതെന്ന് ചിന്തിച്ച പ്രജാപതിയുടെ ഭയം നീങ്ങിയെന്ന് ഉപനിഷത്ത്. എല്ലാം താനായിട്ടിരിക്കുമ്പോൾ എന്തിനെയാണ് നമ്മൾ ഭയപ്പെടാനുള്ളത്? ഒരു ശരീരത്തില് കാലോ കയ്യോ ചെവിയോ ഞാനാണ് ആ വ്യക്തി എന്ന് പറയാൻ സാധിക്കില്ല അല്ലെ? നമ്മുടെ കയ്യെ നമ്മളാണെന്ന് പറയുമോ? കണ്ണിനെ പറയുമോ? ഒന്നിനെ നമുക്ക് ശരീരത്തിലെ അവയവങ്ങളൊന്നും ഞാനല്ല. അതുപോലെ തന്നെയാണ് പ്രപഞ്ചവും പ്രപഞ്ച വസ്തുക്കളും എല്ലാം ഒന്നിലേക്കുള്ള സഞ്ചാരം. അപ്പൊ ആത്മബോധമുള്ളവര് തന്നെ പ്രപഞ്ചത്തിലെ ഒരണുവായിട്ട് മാത്രമേ കാണുള്ളൂ. ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും അവനവനിലൂടെ സ്പന്ദിക്കുകയാണ്. അങ്ങനെ ഭയത്തെ ഇല്ലാതാക്കണം. ദേവി ഭാഗവതം പറയുന്നു, സർവം ഖൽവിതം ഏകൈവാഹം ജ്ഞാന്യതസ്തി സനാതനം. വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. ഇത് മാത്രം ജപിച്ചാല് നമുക്ക് അദ്വൈത ബോധം വരും. സർവം ഖൽവിതം ഏവാഹം ജ്ഞാന്യതസ്തി സനാതനം. ഇത് എല്ലാത്തിലും ഞാൻ തന്നെയാണ്. ഇത് സത്യമാണ്, ശാശ്വതമായിട്ടുള്ളതാണ്, മറ്റൊന്നില്ല. അനാദിയില് സർവം ജലമയമായിരിക്കുന്ന പ്രകൃതിയില് ഒരാലിലയിൽ കിടന്ന ഭഗവാൻ വിഷ്ണു താൻ ആരാണ്, എനിക്കിവിടെ എന്താണ് കാര്യം അല്ലെ, ഭയം തോന്നുന്നുവല്ലോ എന്ന് ചിന്തിച്ചപ്പോ ആദിമാതാവായിട്ട് ദേവി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ശ്ലോകം, ഈ വാക്യം. അപ്പോ ആ ഒരു വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ആ ഒന്നിന്റെ ഭാഗമാണ്, എല്ലാം ഒന്നിന്റെ ഭാഗമാണ്. ആ അജ്ഞാന ആവൃതമായ ആ ഒരു ആവൃതമായവര് സ്വയം വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഭയത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ സ്വയം മാറാത്തവരെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം ഇവിടെ എല്ലാം ദേവീ ശക്തി മാത്രമാണുള്ളത്. കാരണം ഇവിടെ എല്ലാം തന്നെ ദേവീ ശക്തിയേ ഉള്ളൂ. ധൂമ്രലോചനനും ചണ്ടമുണ്ടനും ഭയം കൊണ്ടാണ് മരിക്കുന്നത്. ഇപ്പൊ കൗശികി ദേവിയുടെ ആ ഹും എന്നുള്ള ശബ്ദത്തില് വെണ്ണീറായി പോവുകയാണ് ധൂമ്രലോചനൻ. അപ്പൊ ആന്തരിക സത്യത്തെ നമ്മൾ അറിയാത്തവരും അതിന് ശ്രമിക്കാത്തവരുമാണ് ധൂമ്രലോചനന്മാരെന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഭയത്തിന് കാരണം എന്താ? അജ്ഞാന ആവരണങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ ഭായിൽ തുടങ്ങുന്ന നാമങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. കാരണം ഭയത്തെ ഇല്ലാതാക്കുന്നവളാണ് ദേവി. ആ ദേവിയുടെ പാദപത്മങ്ങളിൽ നമുക്ക് നമസ്കരിച്ചുകൊണ്ട് ആ ശാംഭവി എന്ന് പറയുന്ന അടുത്ത നാമങ്ങളിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടരാം. ഇന്ന് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.